എല്ലാവർക്കും നമസ്കാരം. നമുക്ക് ഇന്ന് ഒരു വന്ദനത്തോടെ സ്റ്റാർട്ട് ചെയ്യാം. സദാശിവസമാരംഭാം ശങ്കരാചാര്യ മധ്യമാം അസ്മദാചാര്യ പര്യന്തം വന്ദേ ഗുരുപരമ്പരാം. ഓം ഗുരുർബ്രഹ്മ ഗുരുർവിഷ്ണുർ ഗുരുർദേവോ മഹേശ്വര ഗുരു സാക്ഷാത് പരബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമഃ. ഗജാനനം ഭൂതഗണാതിസേവിതം കപിത്തജംഭൂബലസാരഭക്ഷിതം ഉമാസുതം ശോകവിനാശകാരണം നമാമി വിഘ്നേശ്വര പാദപങ്കജം. വെള്ളപ്പളുങ്കു നിറമൊത്ത വിദഗ്ധരൂപീ കള്ളം കളഞ്ഞു കമലത്തിൽ എഴുന്ന ശക്തി, വെള്ളത്തിലെ തിരകൾ തള്ളിവരും കണക്കെന്നുള്ളത്തിൽ വന്നു വിളയാടുക സരസ്വതീ നീ. സർവമംഗളമാംഗല്യേ ശിവേ സർവാർത്ഥ സാധികേ ശരണ്യേ ത്രംബകേ ഗൗരി നാരായണീ നമോസ്തുതേ. ഓം ശ്രീമാത്രേ നമ. ഓം മഹാദേവ്യൈ നമ. എല്ലാവർക്കും ഇന്നത്തെ ക്ലാസ്സിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. നമ്മള് കണ്ടുകൊണ്ടിരിക്കുന്നത് ഷഡാധാര ചക്രങ്ങളിലും അതുപോലെ ദേവി ഇങ്ങനെ ചൈതന്യമായിട്ട് കുടികൊള്ളുന്നതാണ്. ആ ദേവിയുടെ രൂപങ്ങളെ കുറിച്ചിട്ടുള്ള വിശദീകരണമാണ് കാണുന്നത്. ഇപ്പോ നമ്മള് മൂലാധാര ചക്രത്തിലെ സാഗിനി രൂപത്തിലിരിക്കുന്ന ദേവിയാണ് കണ്ടുകൊണ്ടിരുന്നത്. അത് ആ ശ്ലോകത്തിനകത്ത് ശ്ലോകം 107 2 പോർഷൻ ഉണ്ട്. അപ്പൊ നമ്മള് ഒരിക്കൽ കൂടി സാഗിനി ദേവിയെ ഒന്ന് കണ്ടതിന് ശേഷം അടുത്ത ഭാഗത്തിലേക്ക് കടക്കാം. അതിനുവേണ്ടി നമ്മള് 106 ശ്ലോകം ഒന്ന് ചൊല്ലും. മൂലാധാരാംബുജാരൂഢ പഞ്ചവക്ത്രാസ്തി സംസ്ഥിത അങ്കുശാദിപ്രഹരണ വരദാതി നിഷേവിത. അപ്പൊ ഇവിടെ ഇതെല്ലാം വ്യക്തമായി നമ്മൾ കണ്ടതായിരുന്നു. മൂലാധാര പത്മത്തില് ആരൂഢയായിരിക്കുന്ന സാഗിനി ദേവിയാണ് കാണുന്നത്. ഷഡാധാര ചക്രങ്ങളിൽ വെച്ച് ഏറ്റവും താഴെയുള്ളത്, എല്ലാ ചക്രങ്ങൾക്കും ആധാരമാണ്. അതുകൊണ്ടാണ് അതിനെ മൂലാധാര ചക്രം എന്ന് പറയുന്നതും. അതുപോലെ കുണ്ടലിനി രൂപത്തില് പരാശക്തി അങ്ങനെ 3.5 ചുറ്റുള്ള ഒരു സർപ്പാകൃതിയില് താമരനൂലിന്റെ അത്രയും വിസതന്തു തനിയസി എന്ന നാമം കണ്ടപ്പോൾ നമ്മൾ അതൊക്കെ കണ്ടു. അതുപോലെ കുളകുണ്ടാലയ എന്ന് പറയുന്ന പോലെ ആ കുളകുണ്ടത്തില് അങ്ങനെ അധോമുഖമായിട്ട് ആ ശക്തി ഇരിക്കുകയാണ്. ഇവിടെ 4 ഇതളുകളുള്ള താമരയാണെന്ന് നമ്മൾ കണ്ടു. അപ്പോ സാഗിനി രൂപത്തിൽ ഇരിക്കുകയാണ്. 5 മുഖങ്ങളാണ് ദേവിക്ക്. പഞ്ചവക്രാസ്തി സംസ്ഥിത എന്നാണ് പറഞ്ഞത്. പൃഥ്വിയാണ് ഇവിടുത്തെ ആധാര തത്വം മൂലാധാരത്തിന്റെ. അത് നമ്മൾ പലപ്പോഴും കണ്ടതാണ്. പൃഥ്വി തത്വമാണ് ഇവിടെ. അസ്ഥി എന്ന ധാതുവിലാണ് ദേവി ഇരിക്കുന്നത്. അതുകൊണ്ട് അസ്ഥി സംസ്ഥിത എന്ന് പറയുന്നു. പൃഥ്വി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദേവിക്ക് ഇവിടെ 5 മുഖങ്ങളാണ്. കാരണം ആകാശം മുതൽ പൃഥ്വി വരെയുള്ള എല്ലാ തത്വങ്ങളും നമ്മൾ കണ്ടു. അപ്പൊ പൃഥ്വിക്ക് 5 ഗുണങ്ങളുമുണ്ട് ഇവിടെ. പൃഥ്വിക്ക് ഗന്ധമാണ് പൃഥ്വിയുടെ തന്മാത്ര. അതിന്റെ കൂടെ തന്നെ ശബ്ദം, സ്പർശം, രൂപം, രസം എന്നുള്ള നേരത്തെ കണ്ട എല്ലാ തന്മാത്രകളും ഇതിനകത്ത് പൃഥ്വിക്ക് വരും. അങ്ങനെ പൃഥ്വി 5 മുഖങ്ങളുള്ള സാഗിനി രൂപത്തിലാണ് ഇവിടെ യോഗിനിയായിരിക്കുന്നത്. അപ്പോ ഇതിന്റെ കൂടെയാണ് നമുക്ക് കാണേണ്ടത് അടുത്ത ശ്ലോകം. മുദ്ഗൗദാസക്ത ചിത്ത സാഗിന്യംബാ സ്വരൂപിണിയാണ്. അപ്പോ ഇവിടെ മുദ്ഗൗതമാണ് ദേവിയുടെ പ്രിയമുള്ള അന്നം, അല്ലെങ്കിൽ നമ്മൾ പറയാം നിവേദ്യം എന്ന് പറയാം. മുദ്ഗം എന്ന് പറഞ്ഞാൽ ചെറുപയറാണെന്ന് നമ്മൾ കണ്ടു. ഓദനം എന്ന് പറഞ്ഞാൽ അന്നം, ചോറ്, പാകം ചെയ്ത ചോറാണ്. അപ്പോ ചെറുപയർ ചേർന്ന അന്നമാണ് ദേവിക്ക് ഏറ്റവും ഇഷ്ടമുള്ളത്. അങ്ങനെയുള്ള ആ സാഗിന്യാംബ സ്വരൂപിണിയെ നമ്മൾ കണ്ടു. അപ്പൊ ഇവിടെ നമ്മള് വിശുദ്ധി ചക്രം മുതലാണ് തുടങ്ങിയത്. കാരണം കണ്ഠസ്ഥാനത്താണ്, ഏറ്റവും ബ്രഹ്മത്തിനോട് അടുത്തിരിക്കുകയാണ് ആ ശക്തി. അതുകൊണ്ടാണ് ഏറ്റവും ശുദ്ധമായിട്ടുള്ള ചക്രമാണ് കണ്ഠസ്ഥാനത്തിരിക്കുന്നത്, വാണിയുടെ സ്ഥാനത്തിരിക്കുന്നത്. അപ്പൊ വിശുദ്ധി ചക്രം മുതലാണ് ഈ വശിന്യാദി ദേവതകളെ വിശദീകരിക്കുന്നത്. അപ്പൊ ആദ്യം വിശുദ്ധി ചക്രത്തിലിരിക്കുന്ന ഡാകിനി എന്ന യോഗിനി ദേവിയെ നമ്മൾ കണ്ടു. അവിടെ 16 ഇതളുകളുള്ള താമരയുടെ കർമ്മത്തിലായിരുന്നു ദേവി. അത് കഴിഞ്ഞ് അനാഹത ചക്രത്തിൽ കണ്ടു. രാഗിണി എന്ന 12 ദളങ്ങളുള്ള താമരയിൽ ഇരിക്കുന്ന ദേവിയെ നമ്മൾ കണ്ടു. അത് കഴിഞ്ഞ് നമ്മൾ മണിപൂര ചക്രത്തിലേക്ക് വന്നപ്പോ ലാഗിനി രൂപത്തിലുള്ള ദേവിയെ നമ്മൾ കണ്ടു. അവിടെ 10 ഇതളുകളുള്ള താമരയുടെ കർണികയിലാണ് ദേവി ഇരിക്കുന്നത്. അത് കഴിഞ്ഞ് സ്വാധിഷ്ഠാന ചക്രത്തിലെത്തിയപ്പോൾ അത് നമ്മള് ദേവിയെ 6 ഇതളുകളുള്ള താമരയിൽ കണ്ടു. മൂലാധാര ചക്രത്തില് സാഗിനി എന്ന ദേവിയെ നമ്മള് 4 ഇതളുകളുള്ള താമരയിൽ ഇരിക്കുന്നത് കണ്ടു. അങ്ങനെ ഷഡാധാര ചക്രങ്ങളിലുള്ള ദേവിയുടെ
രൂപങ്ങള്, യോഗിനി രൂപങ്ങൾ നമ്മൾ കണ്ടു. ദേവി തന്നെയാണ്, പരാശക്തി തന്നെയാണ്. ഈ ബ്രഹ്മം എന്ന് പറയുന്ന ആ ബ്രഹ്മാണ്ടമായി മാറിയിരിക്കുന്നു. അതേ ബ്രഹ്മാണ്ടം തന്നെ നമ്മുടെ ശരീരം കുണ്ടലിനി ആയിരിക്കുന്നു. ആ കുണ്ടലിന്റെ ഓരോ ചക്രങ്ങളും നമ്മൾ കണ്ടു കഴിഞ്ഞു. ഇനി മുകളിലോട്ട് പോകുമ്പോൾ നമ്മൾ കാണുന്നത് ആജ്ഞാ ചക്രാബ്ജ നിലയ ശുക്ലവർണ ഷഡാനന. അടുത്ത രണ്ട് വരികളാണ്, ഈരടികളാണ് ശ്ലോകം 107. ആജ്ഞാ ചക്രാബ്ജ നിലയ ശുക്ലവർണ ഷഡാനന. ഇവിടെ നമ്മള് ആ രണ്ട് നാമങ്ങൾ കൂടി കണ്ട് അടുത്ത നാമത്തിലേക്ക് പോകുമ്പോൾ അതിന്റെ പകുതിയോടുകൂടി ആ സഹസ്രാരത്തിലിരിക്കുന്ന ദേവിയെ കാണാം. ആജ്ഞാചക്രത്തിലിരിക്കുന്ന ദേവിയെ കണ്ടതിന് ശേഷം സഹസ്രാരത്തിലേക്ക് പോവാം. അപ്പോ ആജ്ഞാചക്രാബ്ജ നിലയ, ആജ്ഞാചക്രം എന്ന താമരയിൽ വസിക്കുന്നവൾ. ഇതേതാണ്? അപ്പൊ നമ്മൾ ആദ്യം വിശുദ്ധിന്ന് മൂലാധാരം വരെയാണ് പോയത്. അങ്ങനെയാണ് വാഗ്ദേവതകൾ വിവരിച്ചിരിക്കുന്നത്. അതിന്റെ സയൻസ് എന്താണെന്ന് നമ്മൾ കണ്ടു കഴിഞ്ഞു. കാരണം ആകാശതത്വമാണ്. ആകാശതത്വത്തിൽ നിന്നും പൃഥ്വി തത്വം, ആകാശത്തിൽ നിന്നാണ് ആദ്യം ബ്രഹ്മം സ്പേസിലാണ് ഉണ്ടാവുന്നത്. ബ്രഹ്മം ഈ ബ്രഹ്മാണ്ടമായി പരിണമിക്കുന്നത് ആദ്യം സ്പേസ് ആണ്. അപ്പോ അവിടുന്ന് മൂലാധാരം പൃഥ്വി തത്വമാണ്. അപ്പോ പൃഥ്വി തത്വം വരെ നമ്മൾ കണ്ടു. ഇനി നമ്മൾ പോകുന്നത് എവിടേക്കാണ്? ആജ്ഞാചക്രത്തിലാണ്. ആജ്ഞാചക്രത്തിലേക്ക് പോകുമ്പോ ആ ഷഡാധാര ചക്രങ്ങളിലെ ഏറ്റവും മുകളിലുള്ളതും ഭ്രൂമധ്യത്തിലുള്ള ചക്രമാണ് ആജ്ഞാചക്രം എന്ന് പറയുന്നത്. ഇവിടെ ഭാഗിനി എന്ന രൂപത്തില്, യോഗിനിയുടെ രൂപത്തിൽ മഹാദേവി കുടികൊള്ളുകയാണ്. ഇപ്പോ ദേവിയുടെ വർണ്ണം എന്താണ്? ഈ 522ാമത്തെ നാമം ശുക്ലവർണ എന്നാണ് പറയുന്നത്. അപ്പൊ ദേവി ഇവിടെ വെളുത്ത നിറത്തിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഇനിയോ ഷഡാനന, ദേവിക്ക് ഇവിടെ 6 മുഖങ്ങളുണ്ട്. അപ്പൊ 6 മുഖങ്ങളാ. ഈ മനസ്സ് എന്നുള്ള ആധാര തത്വവും അവിടെ കൂടും. പഞ്ചതത്വങ്ങളുള്ള 5 തത്വങ്ങൾ നമ്മൾ കണ്ടു, അതിന്റെ തന്മാത്രകൾ കണ്ടു. അതുകൊണ്ടായിരുന്നു 5 മുഖം മൂലാധാര ചക്രത്തിലുള്ള ദേവിക്ക് ഉണ്ടായിരുന്നത്. ഇവിടെ ഷഡാനനാണ്, കാരണം മനസ്സും അതിനകത്ത് കൂടിച്ചേരുന്നു. അങ്ങനെ മനസ്തത്വമാണ് ഇവിടുത്തെ അടിസ്ഥാനം. മനസ്സിന് 5 ഇന്ദ്രിയങ്ങളും മനസ്സിൽ അടങ്ങിയിരിക്കുന്നു. അതിനെ 6ാം ഇന്ദ്രിയമായിട്ട് അങ്ങനെ മനസ്സിനെ കാണുന്നു. അതുകൊണ്ട് 6th സെൻസ് എന്നൊക്കെ നമ്മൾ പറയില്ലേ, അതുകൊണ്ടാണ് ഇവിടെ 6 മുഖങ്ങളുള്ള ദേവിയായിട്ടിരിക്കുന്നത്. അങ്ങനെ ശുക്ലവർണ ഷഡാനന എന്നുള്ള രൂപത്തില് ദേവിയുടെ ഭാഗിനി രൂപത്തില് ദേവി ഇരിക്കുകയാണ്. ഇനിയോ 108ാമത്തെ ശ്ലോകത്തിലേക്ക് പ്രവേശിക്കുമ്പോ മജ്ജാസംസ്ഥാ ഹംസവതി മുഖ്യശക്തി സമന്യുത ഹരിദ്രാന്നൈകരസിക ഭാഗിനി രൂപധാരിണി. മജ്ജാസംസ്ഥാ ഹംസവതി മുഖ്യശക്തി സമന്യുത ഹരിദ്രാന്നൈകരസിക ഭാഗിനി രൂപധാരിണി. മജ്ജാസംസ്ഥ ഇവിടെ എവിടെയാണ്? ശരീരത്തിലെ സപ്തധാതുക്കളില് മജ്ജ എന്ന ധാതുവിലാണ് ഇവിടെ ദേവി സ്ഥിതി ചെയ്യുന്നത്. എങ്ങനെ? അപ്പൊ 524ാമത്തെ നാമം മജ്ജാസംസ്ഥ. മജ്ജാസംസ്ഥ, സപ്തധാതുക്കളില് മജ്ജ എന്നുള്ള ആ ധാതുവിലാണ് ദേവി സ്ഥിതി ചെയ്യുന്നത്, ആസനസ്ഥയായിരിക്കുന്നത്. അതുകൊണ്ട് ദേവിക്ക് നാമം മജ്ജാസംസ്ഥ. ഇനി 525ാമത്തെ നാമത്തിലേക്ക് പ്രവേശിക്കുമ്പോ എന്താണ്? ഹംസവതി മുഖ്യ ശക്തി സമന്യുത. അപ്പൊ ഹംസവതിയാണ് ഇവിടെ. ഹംസവതി എന്നും ക്ഷമാവതി എന്നുമുള്ള 2 ദേവതകള് ആജ്ഞാചക്രത്തില് 2 ദലങ്ങള്, ആജ്ഞാചക്രത്തിന് 2 ദലങ്ങളാണുള്ളത്. അപ്പോ അവിടെ 2 ദലങ്ങളില് ഹംസവതിയും ക്ഷമാവതിയും എന്നുള്ള 2 ഉപദേവതകളാൽ ചുറ്റപ്പെട്ടിരിക്കുകയാണ് ദേവി. അതിന്റെ നടുവിലെ കർണികയില്, 2 ദലങ്ങളുള്ള താമരയിലെ കർണികയിലാണ് ദേവി ഇരിക്കുന്നത്. ഹംസവതി എന്നും ക്ഷമാവതി എന്നുമാണ് ഈ 2 നാമങ്ങൾക്ക് പറയുന്നത്. നമ്മൾ ഈ നാമങ്ങളെയൊക്കെ നമ്മള് 50 അക്ഷരങ്ങളുമായിട്ട്, അല്ലെങ്കിൽ 51 അക്ഷരങ്ങൾ, സംസ്കൃത അക്ഷരങ്ങളുമായിട്ടാണ് ഇതെല്ലാം ഘടിപ്പിച്ചു വെച്ചിരിക്കുന്നത്. ഇപ്പൊ നമ്മള് ഇപ്പൊ 48 അക്ഷരങ്ങൾ കണ്ടു കഴിഞ്ഞു ഈ ഉപദേവതകളുടെ. ഇനി 2 ദലങ്ങളെ ബാക്കിയുള്ളൂ. അപ്പൊ അതിന് ആ 2 ദലങ്ങളാണ് ഹ എന്നുള്ള അക്ഷരവും ക്ഷ എന്നുള്ള അക്ഷരവും. അവസാനത്തെ 2 അക്ഷരങ്ങളാണ് ഹായും ക്ഷായും. അപ്പോ ഹ എന്നുള്ളത് ഹംസവതി എന്നുള്ള ഉപദേവതയും ക്ഷ എന്നുള്ളത് ക്ഷമാവതി എന്നുള്ള ഉപദേവതയും. അപ്പൊ എങ്ങനെയായിരുന്നു? 16 ദലങ്ങൾക്ക് 16 സ്വരാക്ഷരങ്ങളായിരുന്നു ആദ്യത്തെ വിശുദ്ധി ചക്രത്തില്. അത് കഴിഞ്ഞ് അനാഹത ചക്രത്തിൽ വന്നപ്പോ 12 ദലങ്ങളായിരുന്നു. അപ്പോ ബാക്കി 12 സ്വരാക്ഷരങ്ങളാണ് വന്നത്, അവിടെ വ്യഞ്ജനാക്ഷരങ്ങളാണ് വന്നത്. അത് കഴിഞ്ഞ് 10 മണിപൂർ ചക്രത്തിൽ വന്നപ്പോ 10 വ്യഞ്ജനാക്ഷരങ്ങളാണ് വന്നത്. അത് കഴിഞ്ഞ് 6 ഇതളുള്ള താമരയായിരുന്നു സ്വാധിഷ്ഠാന ചക്രത്തിൽ വന്നപ്പോ അവിടെ 6 ദേവികളായിരുന്നു.
6 ബാക്കി വരുന്ന വ്യഞ്ജനാക്ഷരങ്ങള്. അത് കഴിഞ്ഞ് വീണ്ടും മൂലാധാര ചക്രത്തിൽ വന്നപ്പോ 4 ദളങ്ങളായിരുന്നു. അത് നമ്മൾ കണ്ടു. 4 ദേവികളായിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. ഈ ദേവിയുടെ പരാശക്തിയുടെ ഉപദേവതകളായി നിന്നിരുന്നത്. അത് കഴിഞ്ഞ് അവസാനത്തെ ചക്രമാണ് ഷടാധാര ചക്രങ്ങളില് ആജ്ഞാചക്രം. ആജ്ഞാചക്രത്തിലെ 2 ദളങ്ങളിലെ താമരയില് 2 ദേവികളാണുള്ളത്. 2 അക്ഷരങ്ങളെ ഇനി ബാക്കിയുള്ളൂ. ഹ എന്നുള്ളതും ക്ഷ എന്നുള്ളതും. അപ്പൊ ഹംസവതിയും ക്ഷമാവതിയുമായിട്ടുള്ള 2 ഉപദേവതകളാൽ ചുറ്റപ്പെട്ടിരിക്കുകയാണ്. അതുകൊണ്ട് ദേവിയുടെ നാമം ഇവിടെ ഹംസവതി മുഖ്യ ശക്തി സമന്വിതായേ നമ എന്ന് പറയുന്നു. അപ്പോ 2 ശക്തികൾ തന്നെയുള്ളൂ അവിടെ. മറ്റിടത്തൊക്കെ നമ്മള് ഒരുപാട് ശക്തികൾ ഉണ്ടായിരുന്നു. ഇവിടെ 2 ഉള്ളൂ. കാരണം 2 അക്ഷരങ്ങളെ ഇനി ബാക്കിയുള്ളൂ. അതുകൊണ്ട് ദേവിയുടെ നാമം ഹംസവതി മുഖ്യ ശക്തി സമന്വിത. ഒറ്റ നാമമാണ് ഹംസവതി മുഖ്യ ശക്തി സമന്വിത. ഇനി 526 നാമമാണ് ഹരിദ്രാന്നൈകരസിക. ഹരിദ്രാന്നൈകരസിക. അപ്പോ ഹരിദ്രാന്നം എന്ന് പറഞ്ഞാൽ എന്താണ്? ഹരിദ്രാന്നം എന്ന് പറഞ്ഞാൽ, ഹരിദ്രം എന്ന് പറഞ്ഞാൽ മഞ്ഞൾ എന്നാണ് അർത്ഥം. അപ്പോ നേരത്തെയൊക്കെ മുദ്ഗൗതം എന്ന് പറഞ്ഞപ്പോ അത് എന്താണ്? അത് ചെറുപയറായിരുന്നു. ഇവിടെ ഹരിദ്രാന്നൈകരസിക എന്നാണ്. അപ്പോ മഞ്ഞൾ ചേർത്തിട്ടുള്ള ചോറ്. അതിലെ ഏകരസിക, വളരെ പ്രീതിയാണ് ഈ ദേവിക്ക്. ആ ഹകിനി ദേവിക്ക് മഞ്ഞൾ ചേർത്തിട്ടുള്ള ചോറ് വളരെ പ്രീതിയുള്ളതാണ്. അങ്ങനെയുള്ള 527 നാമം ഹാകിനി രൂപധാരിണി. ഹാകിനി നാമത്തിലുള്ള ആ യോഗിനിയായ സ്ഥിതി ചെയ്യുന്ന ആ പരാശക്തിക്ക് നമസ്കാരം. ഹാകിനി രൂപധാരിണിയെ നമ. അപ്പോ ഹാകിനി എന്ന യോഗിനിയുടെ രൂപത്തിലിരിക്കുന്ന മഹേശ്വരിയെയാണ് നമ്മൾ എവിടെ കാണുന്നത്? ആജ്ഞാചക്രത്തിൽ കാണുന്നത്. അപ്പൊ നമ്മള് വിശുദ്ധി ചക്രത്തിൽ നിന്നും മൂലാധാരം വരെ പഞ്ചതത്വങ്ങളെ കാണാൻ വേണ്ടി പോയി. അതിനുശേഷം നമ്മൾ തിരിച്ചു വരികയാണ്. ഇവിടെ മനസ്സെന്ന ആജ്ഞാചക്രത്തിലേക്ക് വരികയാണ്. അവിടുത്തെ ധ്യാന ശ്ലോകം ഒന്ന് കേട്ടുകഴിഞ്ഞാൽ പെട്ടെന്ന് നമുക്ക് ആ ദേവിയെ കൃത്യമായി മനസ്സിലാക്കാൻ പറ്റും. ഭ്രൂമധ്യേ ബിന്ദു പത്മേ ദലയുഗ കലിതേ ശുക്ലവർണം കരാബ്ജേർ ബിഭ്രാനാം ജ്ഞാനമുദ്രാം ഡമരു കമലമാം അക്ഷമാലാം കപാലാം ഷട്ചക്രാധാരമധ്യാം ത്രിനയനലസിതാം ഹംസവത്യാദിയുക്താം ഹരിദ്രാന്നേകസക്താം സകല സുഖ കരിം ഹാഗിനിം ഭാവയാമ. ഭാവയാമ എന്ന് പറഞ്ഞാൽ നമ്മൾ എല്ലാവരും കൂടി ധ്യാനിക്കുന്നു. എങ്ങനത്തെ ദേവിയാണ്? ഭ്രൂമധ്യത്തിലിരിക്കുന്നു. ബിന്ദുപത്മം, ആ ബിന്ദുപത്മത്തിലിരിക്കുന്ന 2 ദലയുഗം എന്ന് പറഞ്ഞാൽ 2 യുഗമുള്ള താമരയാണ്. ശുക്ലവർണ്ണമാണ് ദേവിയുടെ. അത് കഴിഞ്ഞ് ദേവിക്ക് ജ്ഞാനമുദ്രയാണ്. ദേവിക്ക് ഇവിടെയുള്ള അഭയമുദ്രയ്ക്ക് പകരം ഇവിടെ ബിഭ്രാണാം ജ്ഞാനമുദ്രാം ഡമരുകം അമലാം അക്ഷമാലാം കപാലാം. പിന്നെയുള്ളത് അക്ഷമാലയും കപാലവുമുണ്ട്. 4 കൈകളില് ഷട്ചക്രാധാര മധ്യാം. ഷട്ചക്രത്തിന്റെ ആധാരമധ്യത്തിലാണ് ദേവി ഇരിക്കുന്നത്. ത്രിനയന ലസിതാം. 3 കണ്ണുകളാണ് ദേവിക്ക് ഇവിടെ ഉള്ളത്. ഹംസവത്യാദിയുക്താം. ഹംസവതിയും ക്ഷമാവതിയും കൂടിയുള്ള 2 ഉപദേവികളാണുള്ളത്. ഹരിദ്രാന്നൈകാസക്താം. ഏകമായിട്ട് ഹരിദ്രാന്ന പ്രസാദത്തില് വളരെയധികം ഇഷ്ടമുള്ള സകല സുഖകരിയും ഭക്തർക്ക് സകല സുഖങ്ങളും പ്രദാനം ചെയ്യുന്ന ഹാകിനിം ഭാവയാമ. അപ്പൊ ഈ എല്ലാ നാമങ്ങളും ഈ ഒറ്റ ധ്യാന ശ്ലോകത്തിൽ വന്നു. അങ്ങനെ ഹാകിനി രൂപധാരിണിയായിട്ടുള്ള ദേവിയെ കണ്ട് നമ്മള് ആ ഷഡ്ചക്രങ്ങളില് ഇരിക്കുന്ന എല്ലാ ദേവികളെയും നമ്മൾ ഇവിടെ ദർശിച്ചു. ഇനി നമ്മൾക്ക് പോവേണ്ടത് കുണ്ടലിനിയെ സഹസ്രാര ചക്രത്തിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ്. ശ്ലോകം 109 ശ്രദ്ധിച്ചു കേൾക്കുക. സഹസ്രദള പത്മസ്ഥ സർവവർണോപശോഭിത സർവായുധര ശുക്ല സംസ്ഥിത സർവതോമുഖി. സഹസ്രദള പത്മസ്ഥ സർവവർണോപശോഭിത സർവായുധര ശുക്ല സംസ്ഥിത സർവതോമുഖി. അപ്പോ ഇവിടെ 528 മുതൽ 532 വരെയുള്ള 5 നാമങ്ങളാണ് 109 ശ്ലോകത്തിലുള്ളത്. സഹസ്രദള പത്മസ്ഥ, ഇവിടെ 1000 ദളങ്ങളുള്ള പത്മത്തിലാണ്. ആജ്ഞാചക്രത്തിന് മുകളില് നമ്മുടെ ബ്രഹ്മരന്ധ്രത്തിന് തൊട്ട് താഴെയാണ് സഹസ്രദള പത്മം ഇരിക്കുന്നത്, സഹസ്രാര ചക്രം ഇരിക്കുന്നത്. അവിടെ 1000 ഇതളുകളുള്ള, ആയിരക്കണക്കിന് ഇതളുകളുള്ള ആ പത്മത്തിൽ, അതിന്റെ കർണികയിൽ ദേവി ഇരിക്കുകയാണ്. ആ യാഗിനി ദേവിയാണ് ഇവിടെ, യാഗിനി രൂപത്തിലാണ്. യാഗിനി രൂപം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് സങ്കല്പിക്കാം, വിശ്വരൂപം തന്നെയാണ് ദേവിയുടെ എന്ന് പറയാം.
ആ രൂപത്തിലിരിക്കുന്ന ദേവിയാണ്. അതാണ് ആ രൂപത്തിന്റെ അമൃതധാരയാണ് കുണ്ടലിനി ശക്തി സഹസ്രാരത്തിലെത്തി സദാശിവനുമായി രമിക്കുമ്പോൾ കിട്ടുന്ന ആ കുളാർണവം, ആ അമൃതധാര രസിച്ചു കഴിഞ്ഞാൽ പിന്നെ പുനർജന്മം ഒന്നും ഉണ്ടാവില്ല. വീണ്ടും വീണ്ടും നമ്മൾ ആവർത്തിക്കുന്നതാണ്. ആ യോഗിനിയായിട്ട് കുടികൊള്ളുന്ന യാഗിനി ദേവി, ആ ജഗദംബയെ അങ്ങനെ മനസ്സിൽ ധ്യാനിക്കുക. അതാണ് 109 ശ്ലോകത്തിന്റെ അന്തസത്ത. അതില് 528 നാമം സഹസ്രദള പത്മസ്ഥ. ആ സഹസ്രദള പത്മത്തിന്റെ കർണികയിലാണ് ദേവി ഇരിക്കുന്നത്. 529 നാമം സർവവർണോപശോഭിത. അപ്പൊ ഇതുവരെ എല്ലായിടത്തും ഓരോ പ്രത്യേക നിറങ്ങൾ ഉണ്ടായിരുന്നു. ധൂമ്രവർണ്ണം ഉണ്ടായിരുന്നു, ശുക്ലവർണ്ണം ഉണ്ടായിരുന്നു, രക്തവർണ്ണം ഉണ്ടായിരുന്നു, പാടലവർണ്ണം ഉണ്ടായിരുന്നു ഓരോ ദേവികൾക്കും. ഇവിടെ എത്തുമ്പോ സർവവർണോപശോഭിത, എല്ലാ വർണ്ണങ്ങളിലും ദേവി ഇങ്ങനെ ശോഭിക്കുകയാണ്. ബ്രഹ്മാണ്ടം ആ മുഴുവൻ നിറഞ്ഞു നിൽക്കുന്ന ആ ദേവിയുടെ തേജസ്സിന് ഏത് വർണ്ണമാണെന്ന് പറയാൻ ആർക്കും സാധിക്കില്ല. ആർക്ക്? ഇവൻ ഇത്രയും ആ ദേവിയുടെ തൊട്ടടുത്തുള്ള എല്ലാ അക്ഷരസിദ്ധികളും ലഭിച്ചിട്ടുള്ള ആ യോഗിനിമാർക്ക് പോലും അത് വർണ്ണിക്കാൻ പറ്റുന്നില്ല. അപ്പോ സർവവർണോപശോഭിത എന്നാ പറയുന്നത്. അപ്പൊ സർവവർണ്ണങ്ങളാലും ഉപശോഭിതയായിരിക്കുന്ന ആ ദേവിക്ക് നമസ്കാരം. ഇവിടെ മൂലാധാരം മുതൽ ആജ്ഞാചക്രം വരെ അംബികയുടെ യോഗിനി രൂപങ്ങൾക്കൊക്കെ ഓരോ വർണ്ണങ്ങൾ ഉണ്ടായിരുന്നു. എന്നാൽ സഹസ്രാര പത്മത്തിൽ അമ്മ എല്ലാ വർണ്ണങ്ങളാലും ശോഭിതയാണ്. നിറം എന്തെന്ന് ചിട്ടപ്പെടുത്താൻ പറ്റാത്ത അത്രയും വലിയ പ്രഭാപൂരമാണ് ഇവിടെ ദേവിയുടേത്. അപ്പോ ശരിക്കും ധ്യാനനിരതനായിരിക്കുന്ന ഒരു യോഗി, ആ യോഗിക്ക് ദേവിയുടെ ബീജമന്ത്രാക്ഷരങ്ങളാണ് ദേവിയുടെ എപ്പോഴും അവരുടെ മനസ്സിലുണ്ടായിരിക്കുക. അപ്പോ ഓരോ മന്ത്രാക്ഷരങ്ങളും എന്താണ്? വർണ്ണങ്ങൾ എന്നാണ് പറയുന്നതിന്. വർണ്ണം എന്ന് പറഞ്ഞാൽ മറ്റൊരർത്ഥമുണ്ട്. അക്ഷരം എന്നുള്ളതിന് വർണ്ണം എന്ന് പറയും, നിറത്തിനും വർണ്ണം എന്ന് പറയും. അപ്പോ ദേവിയുടെ ആ ബീജമന്ത്രാക്ഷരം, ഏത് ദേവിയെ ഉപാസിക്കുമ്പോഴും ആ ദേവിക്ക്, നമുക്കറിയാം ശ്രീവിദ്യോപാസകർക്കുള്ള ബീജമന്ത്രാക്ഷരം എന്താണെന്ന്. അങ്ങനെ ഓരോ ദേവനും ദേവി ഉപാസിക്കാനുള്ള ബീജമന്ത്രാക്ഷരങ്ങളുണ്ട്. ആ മന്ത്രാക്ഷരങ്ങൾ ഉപാസിക്കുമ്പോൾ ആ മന്ത്രം, ആ വർണ്ണം, ആ വർണ്ണങ്ങൾ എന്ന അക്ഷരങ്ങൾക്ക് പേര് വരുന്നതന്നെയാണ്. അതാണ് തെളിയുന്നത്. ആ ഏത് വർണ്ണങ്ങളാണോ ആ ഉപാസകൻ ധ്യാനിക്കുന്നത്, അതുപോലെ ആ വർണ്ണത്തിൽ ദേവി പ്രത്യക്ഷപ്പെടും. ആ മുതൽ ക്ഷ വരെയുള്ള 50 അക്ഷരങ്ങളാണ് നമ്മൾ ഇതുവരെ കണ്ടത്. ഓരോ ഇതളുകളിൽ നമ്മൾ ആദ്യം കണ്ടു 16 മുതൽ 2 ദളങ്ങൾ വരെയുള്ള ആ കംപ്ലീറ്റ് ആവുമ്പോൾ 50 അക്ഷരങ്ങളാവും. ആ 50 അക്ഷരങ്ങള് ഇങ്ങനെ താഴത്തു നിന്ന് മുകളിലേക്ക് പോവുകയാണ്. അപ്പൊ 50 ശരിക്കും 10 പ്രാവശ്യം ഇത് നമ്മൾ ഗുണിച്ചു കഴിഞ്ഞാൽ 1000, 50 ഇൻറ്റു 50 ഇൻറ്റു 10, 50 പ്രാവശ്യം താഴത്തുനിന്ന് മുകളിലേക്കും 50 പ്രാവശ്യം മുകളിൽ നിന്ന് താഴത്തേക്കും, അങ്ങനെ അത് ആ സ്ഫുരണങ്ങൾ വരികയാണ് ഈ വർണ്ണങ്ങളുടെ. മൂലാധാര ചക്രത്തിൽ നിന്നും ആജ്ഞാചക്രം വരെ ഉള്ള ആ 50 അക്ഷരങ്ങള്, അതുപോലെ തന്നെ ആജ്ഞാചക്രത്തിൽ നിന്നും മൂലാധാര ചക്രത്തിലേക്ക് തിരിച്ച് ആ 50 ആ വർണ്ണങ്ങൾ, ആ ഉപദേവതകള്, ഓരോ ഇതളിലിരിക്കുന്ന ആ വർണ്ണാക്ഷരങ്ങളായിരിക്കുന്ന ഉപദേവതകളെ തിരിച്ചും പോകുന്നു. അപ്പൊ 50ഉം 50ഉം എത്രയായി? 100ആയി. ഇങ്ങനെ 10 പ്രാവശ്യം ആ സഞ്ചാരം, അല്ലെങ്കിൽ ആ പരിണാമം മുകളിൽ നിന്ന് താഴത്തേക്കും താഴത്തേക്കും മുകളിൽ ഉണ്ടായി കഴിഞ്ഞാൽ 10 പ്രാവശ്യം, എന്ന് പറഞ്ഞാൽ 10ആണ്. സർവവർണ്ണ ഉപശോഭിത. ഇതിനെ വേറൊരു തരത്തിൽ നമ്മൾ വ്യാഖ്യാനിക്കുമ്പോൾ സർവവർണ്ണ ഉപശോഭിത. ഉപം എന്ന് പറഞ്ഞാൽ 10 എന്നുണ്ട്. അങ്ങനെ ആ സർവവർണ്ണങ്ങളും താഴത്തുനിന്ന് മുകളിലോട്ടും മുകളിലോട്ട് താഴത്തും ഉപശോഭിതം ചെയ്തു കഴിഞ്ഞാൽ, 10 പ്രാവശ്യം മുകളിലും താഴത്തേക്കും പോയി കഴിഞ്ഞാൽ ആ മുതൽ ക്ഷ വരെയുള്ള ഉപദേവികൾ അനുലോമമായും പ്രതിലോമമായും 10 തവണ ദേവിയെ ചുറ്റി നിന്നുവെങ്കിൽ എന്താണ് സംഭവിക്കുന്നത്? അതൊരു പ്രഭാപൂരമായി മാറും. അതാണ് ഇവിടെ എന്ത് പറയുന്നത്? സർവവർണോപശോഭിത. അക്ഷരദേവതകള്, ഉപദേവതകള് 10 പ്രാവശ്യം മുകളിലും താഴത്തുമായിട്ട് ഇങ്ങനെ വലം വെച്ചിട്ടും ഇടം വെച്ചിട്ടും മുകളിൽ നിന്നും താഴത്തേക്ക് നിൽക്കുകയാണ്. ആ അക്ഷരശക്തികള് സമാധിസ്ഥനായിരിക്കുന്ന യോഗിയുടെ ധ്യാനാവസ്ഥയില് അങ്ങനെ മനക്കടൽ തെളിയാണ്. ആ തെളിയുമ്പോഴുള്ള ആ പ്രഭാപൂരം, ആ പീയൂഷധാര ലഭിക്കുന്നതിന് മുന്നേയുള്ള ആ പ്രഭാപൂരം, ആ പ്രഭാപൂരം തന്നെയാണ് ഇവിടെ സർവവർണോപശോഭിത എന്ന് പറഞ്ഞിട്ട് ഈ ദേവികള് എഴുതി വച്ചിരിക്കുന്നത്, ദേവിക്ക് കേൾപ്പിച്ചിരിക്കുന്നത്. സർവവർണോപശോഭിത എന്ന് പറയുമ്പോൾ നമ്മൾക്കും ധ്യാനത്തിലൊന്നും പോവാൻ പറ്റിയില്ലെങ്കിലും അങ്ങനെ മനക്കണ്ണില് ഈ ലളിതാ സഹസ്രനാമം ജപിക്കുമ്പോ, ഈ നാമങ്ങൾ വരുമ്പോ
മനസ്സിൽ തെളിഞ്ഞു വരണം. അപ്പോ നമ്മൾക്കും ആ സർവവർണ്ണോപശോഭിതയായിട്ടുള്ള ദേവിയെ കാണാം. അപ്പൊ നമ്മൾ തുടങ്ങിയത് ആ ഒരു നിറം മാത്രമുള്ള ആ ചുവപ്പ് നിറമുള്ള ദേവിയെ മനസ്സിൽ ധ്യാനിച്ചിട്ടാണ് നമ്മള് ശ്രീമാതാ എന്ന് തുടങ്ങിയത്. അവിടുന്ന് നമ്മള് എത്തുകയാണ് സർവവർണ്ണോപശോഭിതയായ ദേവിയെ. നമ്മൾ ഏത് വർണ്ണത്തിൽ വേണമെങ്കിലോ കാണാം. ബ്രഹ്മാണ്ടത്തിൽ നിറഞ്ഞു നിൽക്കുന്ന ആ ദേവിയെ നമ്മൾ അങ്ങനെ സങ്കല്പ രൂപത്തില് മനസ്സിൽ കാണുകയാണ്. ഇനി 530 നാമമാണ് സർവായുധധര. മറ്റിടത്തൊക്കെ 4 കൈകളിലും 4 ആയുധങ്ങൾ കൃത്യമായിട്ട് പറഞ്ഞിരുന്നു. ചിലയിടത്ത് പാശമുണ്ടായിരുന്നു, ചിലടത്ത് ഡമരു ഉണ്ടായിരുന്നു, ചിലടത്ത് ഖഡ്ഗമുണ്ടായിരുന്നു, ചിലടത്ത് കപാലമുണ്ടായിരുന്നു, ചിലടത്ത് ധ്യാനമുദ്ര ഉണ്ടായിരുന്നു, അഭയമുദ്ര ഉണ്ടായിരുന്നു, ജ്ഞാനമുദ്ര ഉണ്ടായിരുന്നു. ഇവിടെ എന്താണ് ദേവി 530 നാമത്തില്? സർവായുധധര. എല്ലാ ആയുധങ്ങളും ധരിച്ചു നിൽക്കുകയാണ്. എല്ലാ ദേവി ദേവന്മാരും ഈ രൂപത്തിൽ അടങ്ങിയിരിക്കുകയാണ്. അപ്പൊ ശരിക്കും അർജുനൻ കണ്ട വിശ്വരൂപമാണ് ദേവിയുടെ ഈ രൂപം. കാരണം വിശ്വരൂപമായിരിക്കുന്ന ദേവിയാണ് സഹസ്രാര ചക്രത്തിലുള്ള ആ യാഗിനിയായിട്ട് കുടികൊള്ളുന്നത്. അപ്പോ ശുക്ല സംസ്ഥിത 531 നാമം ശുക്ല സംസ്ഥിത. ദേവിയുടെ സപ്തധാതുക്കളിൽ ഇവിടെ ശുക്ലധാതുവിലാണ് ദേവി കുടികൊള്ളുന്നത്. അപ്പോ 5 ധാതുക്കളും കഴിഞ്ഞു, ഇനി 6 ധാതുക്കളും കഴിഞ്ഞു. 7ാമത്തെ ധാതു ഇവിടെ ശുക്ല സംസ്ഥിത എന്നാണ് പറയുന്നത്. അപ്പോ ശരിക്കും സൃഷ്ടി ഉന്മുഖമായിട്ടാണ്. ശക്തിയാണ്. ശക്തി പ്രത്യക്ഷമാകുമ്പോഴാണ് ശിവൻ സൃഷ്ടി ഉന്മുഖനായി മാറുന്നത്. പരശിവൻ സൃഷ്ടിക്ക് ആ ബ്രഹ്മം, നിഷ്കളമായിരിക്കുന്ന ആ ബ്രഹ്മം സൃഷ്ടി ഉന്മുഖമാവാൻ ദേവി തന്നെ വേണം. അപ്പോ ഇവിടെ ദേവി ശുക്ല സംസ്ഥിതയായിരിക്കുന്നു എന്ന് പറഞ്ഞാൽ സൃഷ്ടി ഉന്മുഖമായിട്ടുള്ള ആ തത്വത്തെയാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. 530. അപ്പോ ഏതൊക്കെയാണ് സപ്തധാതുക്കൾ നമ്മൾ കണ്ടത്? ത്വക്ക് കണ്ടു നമ്മള്, അത് കഴിഞ്ഞ് രക്തം, മാംസം, കൊഴുപ്പ്, അസ്ഥി, മജ്ജ, അത് കഴിഞ്ഞ് ശുക്ലം. ഇങ്ങനെ 7 ധാതുവിലിരിക്കുന്ന. അപ്പൊ എന്തെല്ലാം പഠിച്ചു നമ്മള്? പഞ്ച തത്വങ്ങളെ കുറിച്ച് പഠിച്ചു, അതിന്റെ ആധാരങ്ങളെ കുറിച്ച് പഠിച്ചു, അതുപോലെ തന്നെ അതിന്റെ തന്മാത്രകളെ കുറിച്ച് പഠിച്ചു. തന്മാത്രകൾക്ക് ശേഷം എവിടെയാണ് അതെന്തുകൊണ്ടാണ് ശരീരം സപ്തധാതുക്കളെ കൊണ്ട് നിർമ്മിച്ചിരിക്കുന്ന, ഓരോ ധാതുവിലും ദേവി ഇരിക്കുന്നുണ്ടെന്ന് കണ്ടു. ഇനി നമ്മൾ തന്നെയാണ് ദേവി എന്ന് നമ്മൾ മനസ്സിലാക്കി. ഇതിലപ്പുറം എന്ത് ലളിതാ സഹസ്രനാമം പഠിക്കാനാണ് എന്ന് ഈ നാമം കൂടി വായിച്ചു കഴിഞ്ഞാൽ നമുക്ക് തോന്നും ഒന്നും പഠിക്കേണ്ട ആവശ്യമില്ല. കാരണം ശരീരത്തില് നിറഞ്ഞു നിൽക്കുകയാണ് നമ്മളുടെ ആ ദേവി. ആ സർവായുധധര എന്ന് പറഞ്ഞ ശുക്ല സംസ്ഥിത. ത്വക്ക്, രക്തം, മാംസം, കൊഴുപ്പ്, അസ്ഥി, മജ്ജ. ഇനിയുള്ള തലമുറകൾക്ക് വേണ്ടിയിട്ടും ദേവി ശുക്ല സംസ്ഥിതയായി നിറഞ്ഞു നിൽക്കുന്നു. 532 നാമം സർവതോമുഖി. സർവതോമുഖി. മറ്റതെല്ലാം ഒരു ദിക്കില്, 2 ദിക്കില്, 3 ദിക്കില്, 4 ദിക്കില്, അത്ര മുഖങ്ങളാണ്ടായിരുന്നത്. ഇനി എല്ലാ ദിക്കുകളിലും നിറഞ്ഞു നിൽക്കുകയാണ് ദേവിയുടെ മുഖം. സകല ദിക്കുകളിലും ദേവി നിറഞ്ഞു നിൽക്കുകയാണ്. ഇപ്പോ ശരിക്കും ദേവിയുടെ സകല ദിശകളിലേക്കും ദേവി മുഖമുള്ളവളാണ് ഈ രൂപത്തില്. ഇവിടെ സർവതപ്പാണി പാദാന്തേ സർവതോക്ഷി ശിരോമുഖേ സർവത ശ്രവണഘ്രാണേ നാരായണി നമോസ്തുതേ എന്നുള്ള ദേവി മഹാത്മ്യത്തിലുള്ള സ്തുതി ആലോചിച്ച് നോക്കൂ. അത് തന്നെയാണ് ഇവിടെ സർവതോമുഖി എന്ന് പറഞ്ഞാൽ. എല്ലാ പാണികളും, പാണികളും, അതുപോലെ തന്നെ അക്ഷികളും, അത് കഴിഞ്ഞ് സർവത ശ്രവണഘ്രാണി, എല്ലാ ഘ്രാണേന്ദ്രിയങ്ങളും ശ്രവണേന്ദ്രിയങ്ങളും ഒക്കെ സർവ ദിക്കിലേക്ക് നിറഞ്ഞു നിൽക്കുകയാണ്. അങ്ങനെയുള്ള ആ നാരായണിക്കാണ് നമോസ്തുതേ എന്ന് ദേവി മഹാത്മ്യത്തിൽ പറയുന്നത്. അപ്പൊ അത് തന്നെയാണ് ഇവിടെ സർവതോമുഖി നമോസ്തുതേ എന്ന് പറഞ്ഞ് നമുക്കും ഈ ദേവിയെ നമിച്ച് സർവ പ്രപഞ്ചവും നിറഞ്ഞു നിൽക്കുന്ന പരാശക്തിയുടെ വിരാട് രൂപം അങ്ങനെ മനസ്സിൽ ധ്യാനിച്ച് സഹസ്രദള പത്മത്തിലിരിക്കുന്ന ആ യാഗിനി സ്വരൂപം അങ്ങനെ ധ്യാനിച്ചുകൊണ്ട് നമുക്ക് 109 ശ്ലോകം ഇവിടെ അവസാനിപ്പിക്കാം. 110 ശ്ലോകത്തിലേക്ക് പ്രവേശിക്കാം. സർവൗദന പ്രീത ചിത്ത യാഗിന്യാംബാസ്വരൂപിണി സ്വാഹാ സ്വധാ മതിർമേധ ശ്രുതിസ്മൃതിരുനുത്തമ. ഇവിടെ എങ്ങനെയാണ്? സർവൗദന. ഈ യാഗിനിക്ക് എന്താണ്? സർവൗദന പ്രീത ചിത്ത. എല്ലാ ഓദനങ്ങളും ദേവിക്ക് പ്രീതിയുള്ളതാണ്. കാരണം ഒരുത്തില് ഹരിദ്രാന്നമായിരുന്നു പ്രിയമെങ്കിൽ പായസാന്നമായിരുന്നു മറ്റൊരുത്തിൽ പ്രിയം. മറ്റൊരുത്തില് മുദ്ഗ കൊണ്ടുണ്ടാക്കിയ അന്നമായിരുന്നു പ്രിയം. അത് കഴിഞ്ഞാൽ വേറൊരു സ്ഥലത്തെത്തുമ്പോ നമ്മൾ എന്താണ് കണ്ടത്? ദേവിക്ക് ഗുഡാന്ന പ്രീത മാനസ എന്നായിരുന്നു. ശർക്കര കൊണ്ടുണ്ടാക്കിയ അന്നമായിരുന്നു പ്രിയം. മറ്റൊരുത്തില് സ്നിഗ്ധോദന ശക്തചിത്ത എന്നായിരുന്നു. എന്ന് വെച്ചാൽ എണ്ണമയമുള്ള നെയ്യ് കൊണ്ടുള്ള പലഹാരങ്ങളായി നിവേദ്യങ്ങളായിരുന്നു പ്രിയം.
അപ്പോ ഓരോ സ്ഥലത്തും ദേവിക്ക് ഓരോന്നാണ് പ്രിയമുണ്ടായിരുന്നത്. ഇവിടെയോ സർവോദന പ്രീത ചിത്തായേ നമ. എല്ലാ ഓദനങ്ങളും ദേവിക്ക് പ്രിയമാണ്. എല്ലാം ദേവി, എല്ലാം ദേവിക്ക് ഇഷ്ടമാണ്. എല്ലാം ദേവി ഒരേപോലെ തന്നെ രുചിക്കുന്നു, ദേവിക്ക് ഇഷ്ടമാണ്. സർവോദന പ്രീത ചിത്ത. ഓദനം എന്ന് പറഞ്ഞാൽ വേവിച്ച അരിഭക്ഷണം അല്ലെങ്കിൽ വേവിച്ച അന്നം എന്നാണ് പറയുന്നത്. അപ്പൊ ഇവിടെ എല്ലാ നിവേദ്യങ്ങളും സ്നിഗ്ധോദനം, പായസാന്നം ഡാകിനിക്ക് പ്രിയമായിരുന്നു, കാകിനിക്ക് സ്നിഗ്ധോദനം പ്രിയമായിരുന്നു, ലാകിനിക്ക് ഗുഡാന്നം പ്രിയമായിരുന്നു, അതുപോലെ കാകിനിക്ക് ദദ്യന്നം, അത് നമ്മൾ പറഞ്ഞില്ലേ, ദദ്യന്നം ദഹി കൊണ്ടുള്ള അന്നമായിരുന്നു പ്രിയം, സാകിനിക്ക് മുദ്ഗൗദ അന്നമായിരുന്നു പ്രിയം, ആൻഡ് ഹാഗിനിക്ക് ഹരിദ്രാന്നമായിരുന്നു പ്രിയം. ഇവിടെ ഷഡാധാര പത്മങ്ങളിൽ യോഗിനി രൂപത്തിൽ സ്ഥിതി ചെയ്യുന്ന ഈ ദേവിക്ക് വേറെ വേറെ അന്നങ്ങളൊന്നും വേണ്ട, എന്ത് കൊടുത്താലും ദേവിക്ക് പ്രീതമാണ്. കാരണം ആ ഭക്തൻ ആ ദേവിയെ ദർശിക്കുമ്പോൾ ഉണ്ടാകുന്ന ആനന്ദം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അമൃതാനന്ദമാണ്. ആ അമൃത സ്വരൂപിണിയായ ദേവിക്ക് എന്തു പ്രീതമായിട്ട് കൊടുത്താലും ദേവി പ്രീതിയടയും. അതുകൊണ്ട് ദേവി ഇവിടെ സർവോദന പ്രീത ചിത്ത എന്ന് പറയുന്നു. ഇനി 534 നാമം യാഗിന്യംബാ സ്വരൂപിണി. യാഗിനി എന്ന അംബയുടെ രൂപം ധരിച്ചവൾ. അങ്ങനെ അവസാനമായിട്ട് ദേവിയുടെ നാമം പറയുകയാണ് ഇവിടെ, യാഗിന്യംബാ സ്വരൂപിണി. അപ്പൊ ദേവിയെ മുഴുവനായിട്ട് നമ്മൾ കണ്ടു. ആജ്ഞാചക്രത്തിന് മുകളിൽ ബ്രഹ്മരന്ധ്രത്തിന് കീഴെ യാഗിനി യോഗിനിയായിട്ട് 1000 ഇതളുകളുള്ള പത്മത്തില് പരാശക്തി കുടികൊള്ളുകയാണ്. ആ പരാശക്തി തന്നെയാണ് എന്ത്, ആ സകല ഭുവനങ്ങളും നിറഞ്ഞു നിൽക്കുന്ന ഭുവനേശ്വരി തന്നെയാണത് എന്ന് നമ്മൾ മനസ്സിലാക്കുക. ഇനി ഈ ദേവിയുടെ ധ്യാന ശ്ലോകം എന്ന് കേട്ടാൽ ഇത് മുഴുവൻ നമുക്ക് പെട്ടെന്ന് മനസ്സിലാവും. മുണ്ടവ്യോമസ്തപദ്മേ ദശശതദലകേ കർണികാ ചന്ദ്ര സംസ്ഥാം രേതോ നിഷ്ഠാം സമസ്തായുധ കലിതകരാം സർവതോ വക്ത്രപദ്മാം ആദിക്ഷാന്തർണശക്തി പ്രകട പരിവൃതാം സർവവർണം ഭവാനിം സർവാന്നാസക്ത ചിത്താം പരശിവരസികാം യാഗിനിം ഭാവയാമ. അതാണ് ഇവിടെ ദേവി സർവ അന്നങ്ങൾക്കും ദേവിക്ക് ആസക്തിയുണ്ട് ഇവിടെ. അപ്പൊ ഇവിടെ എങ്ങനെയാണ് പറയുന്നത്, മുണ്ടവ്യോമസ്ത പത്മേ എന്ന് വെച്ച് കഴിഞ്ഞാൽ സഹസ്രാര പത്മത്തില് ദശശതദലകേ എന്ന് വെച്ച് കഴിഞ്ഞാൽ ദശം ഇൻറ്റു ശതം 1000 ദലങ്ങളുള്ള കർണിക. ആ കർണികയിലെ ചന്ദ്രമണ്ഡലത്തിലാണ് ദേവിയുള്ളത്. ചന്ദ്ര സംസ്ഥാം, ചന്ദ്രമണ്ഡലമാണ് അവിടെയുള്ളത്. ശീതാംശു, വളരെ ശീതളം എലിക്കുന്ന ആ സ്ഥലത്ത് നിന്നാണ് ആ അമൃതധാര വരുന്നത്. രേതോ നിഷ്ഠാം, ദേവി രേതസിലാണ്. ഇനിയോ സമസ്ത ആയുധ കലിതകരാം, എല്ലാ ആയുധങ്ങളും പിടിച്ചിരിക്കുകയാണ്. സർവതോ വക്ത്രപത്മാം, എല്ലായിടത്തും നിറഞ്ഞിരിക്കുന്ന വക്ത്രമാണ്. ആദിഷ്ടാന്താർണ ശക്തി പ്രകട പരിവൃതാം, എല്ലാ ആദ്യം മുതൽ അന്തം വരെയുള്ള എല്ലാ ശക്തികളും ഇങ്ങനെ പരിവൃതരായിരിക്കുകയാണ്. സർവവർണാം ഭവാനിം, ദേവിക്ക് ധാരാളം വർണ്ണങ്ങളുള്ളതാണ്. സർവാന്ന ആസക്ത ചിത്താം, ഏത് അന്നം കൊണ്ട് കൊടുത്താലും ദേവിക്ക് ഇഷ്ടമാണത്. അപ്പോ അതെല്ലാം ഉള്ളതാണ്. സർവാന്നാസക്ത ചിത്താം പരശിവരസികാം. പരശിവൻ കണ്ടില്ലേ, പരശിവൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ധ്യാനനിഷ്ഠയിലിരിക്കുന്ന ആ പരബ്രഹ്മ സ്വരൂപിയായ ശിവനാണ്. ആ ശിവനിൽ രസിക്കമുള്ളതാണ്. അവിടുന്നാണ് സൃഷ്ടി തുടങ്ങുന്നത്. അതുകൊണ്ട് ഈ ദേവിയുടെ രൂപം, യാഗിനിയുടെ രൂപം പരശിവരസികമാണ്. യാഗിനിം ഭാവയാമ. അങ്ങനെയുള്ള യാഗിനിയെ നമ്മൾ എല്ലാവരും ധ്യാനിക്കുന്നു എന്ന് നമ്മൾക്കിവിടെ സങ്കല്പിച്ചിട്ട് ഈ ശ്ലോകം നമുക്ക് ഇവിടെ അവസാനിപ്പിക്കാം. അപ്പോ നമ്മള് ധ്യാനം കണ്ടു ദേവിയുടെ, അല്ലെ? അപ്പോ ഇനി നമ്മൾക്ക് കാണേണ്ടത് 535 നാമമാണ്. അപ്പൊ ഇതോടുകൂടി ദേവിയുടെ എല്ലാ രൂപങ്ങളും സപ്ത മാതൃക്കളായിട്ട് അല്ലെങ്കിൽ സപ്തയോഗിനിമാരായിട്ട് ഈ ഷഡാധാര ചക്രങ്ങളിലും സഹസ്രാര ചക്രത്തിലും ഇരിക്കുന്ന ദേവിയെ നമ്മൾ കണ്ടു കഴിഞ്ഞു. ഇനിയുള്ളത് ആ ദേവിയുടെ തന്നെ വിഭൂതികളും ആ ദേവിയുടെ വർണ്ണനകളുമാണ് ഇതിന്റെ ബാക്കി ഭാഗം ഈ ശ്ലോകത്തിലെ. സ്വാഹ 535 നാമം. സ്വാഹ. സ്വാഹ എന്ന് പറഞ്ഞാൽ ശരിക്കും സംസ്കൃതത്തില് സൃഷ്ടു ആയുധയെ ഇത് സ്വാഹ എന്നാണ് പറയുന്നത്. അപ്പോ ശരിക്കും നന്നായി വിളിക്കപ്പെടുക. സ്വാഹ എന്ന് പറയുമ്പോൾ നന്നായി വിളിക്കപ്പെടുക, നന്നായി സ്തുതിക്കുക, അതിനാണ് സ്വാഹ എന്ന ശരിക്കും സംസ്കൃതത്തിൽ അർത്ഥം.
സ്വാഹ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും അഗ്നിയുടെ പത്നി കൂടിയാണ് സ്വാഹ. അപ്പോ അഗ്നിയുടെ പത്നിയാണ്. അപ്പൊ എന്ത് ഹവനം ചെയ്യുമ്പോഴും, ദേവന്മാർക്ക് വേണ്ടിയിട്ടുള്ള എന്ത് ഹവനം ചെയ്യുമ്പോഴും അതിന്റെ മന്ത്രത്തില് തുടക്കത്തില് ഓം എന്നും ഒടുക്കത്തില് സ്വാഹ എന്നും പറയുന്നു. അപ്പോ ഏത് ദേവനെയാണോ സ്മരിക്കുന്നത് ആ ദേവനെ പ്രത്യക്ഷത്തിൽ ആ ദേവന്റെ പ്രീതിക്ക് വരുത്താൻ വേണ്ടി ഉച്ചരിക്കുന്ന നാമമാണ് സ്വാഹ എന്നുള്ളത്. അപ്പൊ ദേവി തന്നെയാണ് ശരിക്കും അഗ്നിയുടെ പത്നിയായിട്ട് വിളങ്ങുന്ന സ്വാഹയും ദേവി തന്നെയാണ്. അല്ലെങ്കിൽ ഏത് ദേവനെ പ്രീതിപ്പെടുത്താൻ വേണ്ടിയിട്ട് ആണോ ഈ യാഗത്തിലെ മന്ത്രങ്ങൾ ഉച്ചരിക്കുന്നത്, ഹോമത്തിലെ മന്ത്രങ്ങൾ ഉച്ചരിക്കുന്നത്, ആ മന്ത്രങ്ങൾക്കൊക്കെ അടിസ്ഥാനമായിട്ടുള്ളത് ദേവി തന്നെയാണ്. ഏത് ദേവനെ ഉദ്ദേശിച്ചുകൊണ്ടാണോ യാഗം ചെയ്യുന്നത് ആ ദേവനെ പ്രാപിക്കട്ടെ എന്നാണ് സ്വാഹ എന്ന് പറഞ്ഞിട്ടുള്ള ഈ ആഹുതി ചെയ്യുമ്പോൾ ചെയ്യുന്ന ഈ നാമത്തിന് ആസ്ഥാനം. അപ്പോ സ്വാഹ എന്ന് ഉച്ചരിക്കുന്നത് ദേവന്മാർക്കായി ചെയ്യുന്ന ഹോമകർമ്മങ്ങളിൽ അവരെ തൃപ്തിപ്പെടുത്താനാണ്. അങ്ങനെയുള്ള ആ സ്വാഹയായിട്ടുള്ളതും ദേവി തന്നെയാണ് എന്ന് വളരെ കൃത്യമായിട്ട് നമ്മൾക്കറിയാം. കാരണം എല്ലാ പ്രീതിക്കും പാത്രമായിട്ട്, ദേവന്മാർക്ക് പ്രീതിക്ക് പാത്രമായിട്ടിരിക്കുന്നത് ദേവി തന്നെയാണ്. അതുകൊണ്ട് ഇവിടെ സ്വാഹയും ദേവി തന്നെയാണ്. അതുകൊണ്ട് ദേവിക്ക് നാമം സ്വാഹ എന്ന്. ഇനി സ്വധ 536 നാമം. അപ്പൊ സൃഷ്ടു ആധീയതേ അനയ ഇതി സ്വത എന്നാണ് സ്വധായെ പറയുന്നത്. അപ്പൊ വളരെ ശ്രദ്ധയോടെ, നേരത്തെ എന്തായിരുന്നു, വളരെ നന്നായി വിളിക്കപ്പെടുന്നതായിരുന്നു സ്വാഹ. ഇവിടെ വളരെ ശ്രദ്ധയോടെ സമർപ്പിക്കപ്പെടുന്നതാണ് എന്ത് പിന്നെ സ്വധ എന്ന് പറയുന്നത്. അപ്പോ പിതൃക്കൾക്ക് തർപ്പണം ചെയ്യുമ്പോൾ, ദേവന്മാർക്ക് തർപ്പണം ചെയ്യുമ്പോൾ നമ്മൾ എന്താണ് ഉപയോഗിക്കുക? സ്വഹ എന്ന് പറയും. അതേസമയത്ത് പിതൃക്കൾക്ക് തർപ്പണം ചെയ്യുമ്പോൾ സ്വധ എന്ന് പറഞ്ഞിട്ടാണ് തർപ്പണം ചെയ്യുന്നത്. അപ്പോ വളരെ തെറ്റാതെ ഉച്ചരിക്കണം. പിതൃക്കൾക്ക് മന്ത്രങ്ങൾ തെറ്റാതെ ഉച്ചരിക്കണം. അതുകൊണ്ടാണ് ശ്രദ്ധയോടെ ചെയ്യണം എന്ന് പറയുന്നത്. അപ്പോ ദേവി മാഹാത്മ്യത്തില് ത്വം സ്വാഹ ത്വം സ്വധ ത്വം ഹി വഷട്കാര സ്വരാത്മിക എന്നിടത്ത് ദേവിയെ പറയുന്നുണ്ട്. ത്വം തന്നെ, ദേവി അങ്ങ് തന്നെയാണ് സ്വാഹ, ദേവി അങ്ങ് തന്നെയാണ് സ്വധ, ത്വം ഹി വഷട്കാര സ്വരാത്മിക, എല്ലാ സ്വരങ്ങളും സപ്തസ്വരങ്ങളും ഉണ്ടാവുന്ന എല്ലാ ശബ്ദങ്ങളും ദേവി തന്നെയാണ് എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ സ്വാഹ എന്ന് പറഞ്ഞാലും ആ ദേവി തന്നെയാണ്, സ്വധ എന്ന് പറഞ്ഞാലും ആ ദേവി തന്നെയാണ്. അതുകൊണ്ട് ദേവിയെ ഇവിടെ മറ്റൊരർത്ഥത്തിൽ പറഞ്ഞാൽ സ്വധ ദക്ഷന്റെയും പ്രസൂതിയുടെയും പുത്രിയാണ് സ്വധ. അതുപോലെ അങ്കിരസ്, സപ്തർഷികളിലെ അങ്കിരസ് മുനിയുടെ പത്നി കൂടിയാണ് സ്വധ. അതുകൊണ്ട് ദേവിയെ ഇവിടെ സ്വധ എന്ന് പറഞ്ഞ് വിളിക്കുന്നു. അപ്പൊ 536 നാമവും 535 നാമവും സ്വഹ സ്വധ എന്നുള്ളത് ദേവിയുടെ രൂപം തന്നെയാണ്. ആ രണ്ട് രൂപത്തിലും ദേവിയെ ധ്യാനിച്ചുകൊണ്ട് നമുക്ക് 537 നാമത്തിലേക്ക് പോവാം. അമതി. അമതി എന്ന് പറഞ്ഞാൽ എന്താണ്? 445 നാമത്തില് മതിഹി എന്ന് നമ്മൾ കണ്ടിരുന്നു. ഇവിടെ അമതിഹി എന്നാണ്. അമതി എന്ന് പറഞ്ഞാൽ, മതി എന്ന് പറഞ്ഞാൽ ബുദ്ധി അല്ലെങ്കിൽ വിദ്യ. ഇവിടെ അമതി എന്ന് പറഞ്ഞാൽ അവിദ്യയാണ്. ശരിക്കും വിദ്യ അവിദ്യ സ്വരൂപിണി എന്നൊരു നാമം ദേവിയുടെ വരുന്നുണ്ട്. ദേവി അവിദ്യാസ്വരൂപിണിയുമാണ്, ദേവി വിദ്യാസ്വരൂപിണിയാണ്. അവിദ്യാസ്വരൂപിണി എന്തുകൊണ്ടാണ്? സൃഷ്ടി നടക്കണമെങ്കിൽ എല്ലാവരും കർമ്മങ്ങൾ ചെയ്യണം. കർമ്മങ്ങൾ ചെയ്യാൻ വരുമ്പോ നമ്മളൊക്കെ മായയാൽ ചുറ്റപ്പെടും. എന്ത് കർമ്മം ഉണ്ടെങ്കിൽ മായ, എന്തെങ്കിലും ലാഭേച്ഛ വേണം. നമ്മള് ഒരു നിഷ്കാമ കർമ്മം എന്നൊക്കെ പറയുമെങ്കിലും അങ്ങനെ ഒരു സാധനവും സാധാരണഗതിയിൽ ആർക്കും മനുഷ്യർക്ക് പറ്റില്ല. അപ്പോ ശരിക്കും ഈ അമതി എന്ന് പറയുന്നത് എന്താണ്? പ്രാഥമിക ദൃഷ്ടിയില് ഉള്ള ഒരാളുടെ കാഴ്ചപ്പാടാണ് അമതി. അത് വിദ്യ തന്നെയാണ്, പക്ഷെ അവിദ്യയാണത്. അതുകൊണ്ട് മായ എന്നും അതിനെ വിളിക്കാം. അപ്പോ അവിദ്യയും വിദ്യയും ദേവിയുടെ രണ്ട് ഭാവങ്ങൾ തന്നെയാണ്. നമ്മള് അവിദ്യ എന്ന് പറഞ്ഞാൽ ഒരു വിദ്യാഭ്യാസവും ഇല്ലാത്ത സംസ്കാര ശൂന്യനെ അല്ല പറയുന്നത് ഇവിടെ. അവിദ്യ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാധാരണഗതിയില് ഇരുട്ടും വെളിച്ചവും പോലെ, അതുപോലെ വിദ്യയും മായയും ജ്ഞാനവും പോലെ, അങ്ങനെ വിദ്യയും അവിദ്യയും ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുകയാണ്. ആ അവിദ്യാരൂപമായ ജ്ഞാനം അതാണ് നമ്മളെ കൊണ്ടുപോകുന്നത് അവസാനം ജ്ഞാനത്തിലേക്ക്. അതുകൊണ്ട് ദേവി ഇവിടെ അവിദ്യ അമതിഹി എന്നുള്ള രൂപത്തില്, അല്ലെങ്കിൽ അവിദ്യയുടെ രൂപത്തിലും ദേവി തന്നെയാണ് ഇവിടെ ഉള്ളത്. അതുകൊണ്ട് ആ ദേവിയെ നമുക്ക് നമസ്കരിച്ച് അടുത്ത 539 നാമത്തിലേക്ക് പോവാം. ശ്രുതിഹി. ശ്രുതി. ശ്രുതി എന്ന് പറഞ്ഞാൽ ശരിക്കും വേദമാതാവ് തന്നെയാണ്, അല്ലെങ്കിൽ വേദങ്ങൾ തന്നെയാണ്. വേദസ്വരൂപിണിയായ ദേവിയാണ് ശ്രുതിഹി എന്ന് പറഞ്ഞ് ഇവിടെ കീർത്തിക്കുന്നത് വശിന്യാദി ദേവകള്. ശ്രുതി എന്ന് പറഞ്ഞാൽ എന്താണ്?
ശ്രവിക്കപ്പെടുന്നത്, കേൾക്കപ്പെടുന്നത്. അപ്പോ ഈ വേദങ്ങള് പണ്ട് കാലത്തൊന്നും വേദങ്ങള് ഗുരുപരമ്പരകളായിട്ട് കേൾപ്പിച്ച് 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 ഹൃദിസ്ഥമാക്കുമായിരുന്നു. അതിനുശേഷം ആ പഠിച്ച ആള് അതിനെക്കുറിച്ച് നന്നായി കേട്ടതിന് ശേഷം അടുത്ത തലമുറയിലേക്ക് പകർന്നു കൊടുക്കുമായിരുന്നു. അപ്പൊ ഇത് കേട്ട് പഠിക്കേണ്ടതാണ് വേദം എന്ന് എപ്പോഴും പറയും. കാരണം വേദം ഉച്ചരിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ വിഷമമുള്ളതാണ്. അത് ഓതിക്കൊടുക്കുന്ന ആള് അല്ലെങ്കിൽ ആ ഗുരുവിൻ മുഖത്ത് തന്നെ കേട്ട് പഠിക്കേണ്ടതാണ്. അതുകൊണ്ട് അങ്ങനെയായിരുന്നു. പക്ഷേ ഇത് വേദവ്യാസൻ ഈ വേദങ്ങളെയൊക്കെ ക്രോഡീകരിച്ചിട്ട് നമുക്ക് ലിഖിത രൂപത്തിൽ തരുന്നതിന് മുന്നേ ഇതെല്ലാം ഇങ്ങനെ പരമ്പരകളായിട്ട് വന്നിരുന്നതേ ഉള്ളൂ. ഇപ്പോൾ അതിന് ഒരു സ്ക്രിപ്റ്റ് ഉണ്ട്. എങ്കിലും അത് പഠിക്കണമെന്ന് ഗുരുമുഖത്ത് തന്നെ വേണം. അതുകൊണ്ട് വേദങ്ങൾ ദേവിയുടെ വർണ്ണാത്മക രൂപമാണ്. ശ്രുതി സീമന്ത സിന്ദൂരീകൃത പാദാബ്ജധൂളിക എന്നുള്ള ഒരൊറ്റ നാമം നമ്മൾ കണ്ടപ്പോൾ ഇത് കണ്ടതാണ്. ശ്രുതി സീമന്ത സിന്ദൂരീകൃത, ശ്രുതികളെല്ലാം ദേവിയുടെ സിന്ദൂരീകൃത പാദാബ്ജധൂളിക, ദേവിയുടെ ആ എന്താ പറയാ, ഈ ശ്രുതികളൊക്കെ ദേവിയുടെ പാദാബ്ജത്തിൽ നിന്നുള്ള ആ ഒരു ധൂളിക മാത്രമാണ് അങ്ങനെ ആ സിന്ദൂരത്തില് അങ്ങനെ വിളങ്ങുന്നത്. എന്തായിട്ട് ശ്രുതി എന്നുള്ള സിന്ദൂരം വിളങ്ങുന്നത് ദേവിയുടെ പാദാബ്ജത്തിലുള്ള ഒരു ചെറിയ ധൂളി മാത്രമാണ്. അതാണ് പറയുന്നത്, ദേവിയെ നമുക്ക് ഒന്നുകൊണ്ടും വർണ്ണിക്കാൻ പറ്റില്ല. വേദം കൊണ്ടോ അതുപോലെ തന്നെ ഇനി ഉപനിഷത്തുകൾ കൊണ്ടോ ഒന്നുകൊണ്ടും ദേവിയെ വർണ്ണിക്കാൻ പറ്റില്ല. വേദങ്ങൾ പോലും ശ്രുതി സീമന്ത സിന്ദൂരീകൃത പാദാബ്ജ ധൂളികയാണ്. ആ പാദാബ്ജത്തിൽ ഒരു ധൂളിക മാത്രമാണ് ശ്രുതികൾ എന്ന് പറയുന്നത്. അതുകൊണ്ട് വേദസ്വരൂപിണിയാണ് ദേവി. അതുകൊണ്ട് ഇവിടെ ദേവിയുടെ നാമം ശ്രുതിഹി. ഇനി 540 നാമം സ്മൃതി. സ്മൃതി എന്ന് പറഞ്ഞാൽ സ്മൃതി രൂപയായിട്ടുള്ള ദേവി. സ്മൃതികളെ എന്താണ്? വേദങ്ങളെ ആധാരമാക്കിയിട്ട് ഋഷിമാർ നിർമ്മിച്ചിട്ടുള്ള എല്ലാ ചട്ടക്കൂടുകളും നിയമങ്ങളും, ഒരു മനുഷ്യൻ എങ്ങനെ ജീവിക്കണം, ഒരു മനുഷ്യൻ കുടുംബത്തിൽ എങ്ങനെ ജീവിക്കണം, കുടുംബം എങ്ങനെ സൊസൈറ്റിയിൽ ജീവിക്കണം, സൊസൈറ്റി എങ്ങനെ ഒരു ഗ്രാമത്തിൽ ജീവിക്കണം, ഗ്രാമം എങ്ങനെ ഒരു രാജ്യത്ത് ജീവിക്കണം, രാജ്യം എങ്ങനെ ഈ ലോകത്ത്. കാരണം നമ്മൾ ഒരിക്കലും കേരളമെന്നോ ഭാരതമെന്നോ അല്ലെങ്കിൽ ഒരു സംസ്ഥാനമെന്നോ ഭാരതമെന്നോ ബ്രഹ്മാണ്ടത്തെയാണ്, ഈ ഭുവനത്തെ മുഴുവനാണ് നമ്മൾ പറയുന്നത്. എല്ലാവർക്കും ലോകാ സമസ്ത സുഖിനോ ഭവന്തു എന്നാണ് നമ്മളെ പഠിപ്പിച്ചിരിക്കുന്നത്. അപ്പോ ഇവിടെ ഇതെല്ലാം എങ്ങനെ നമ്മൾ പെരുമാറണം എന്നുള്ളത്, നമ്മളുടെ ഡ്യൂട്ടി എന്താണെന്നുള്ളതും നമ്മൾ എങ്ങനെ നമ്മൾ ആചരിക്കണം എന്നുള്ളതും ഒക്കെ എഴുതി വെച്ചിരിക്കുകയാണ്. ഇങ്ങനെ ആ വേദങ്ങളെ അടിസ്ഥാനമാക്കിയിട്ട് എഴുതി വെച്ചിരിക്കുന്നത്. അതിനെ സ്മൃതികൾ എന്ന് പറയുന്നു. സ്മൃതി എന്നാൽ ഓർമ്മശക്തി എന്നും അർത്ഥമുണ്ട്. പ്രാണികളിലെ ഓർമ്മശക്തിക്ക് കാരണം ആരാണ്? പ്രാണികളിലെ ഓർമ്മശക്തിക്ക് കാരണം ദേവി തന്നെയാണ്. നമ്മുടെ ബുദ്ധിരൂപേണ സംസ്ഥിത, സ്മൃതി രൂപേണ സംസ്ഥിത എന്നൊക്കെ ഓരോ നാമത്തിലും നമ്മൾ കേട്ടിട്ടുണ്ട്. അതുപോലെ ശരിക്കും പുരാണ ഇതിഹാസങ്ങളെ സ്മൃതി എന്ന് പറയുന്നു. കാരണം പുരാണങ്ങളെയും ഇതിഹാസങ്ങളെയും ഈ വേദങ്ങളെ അടിസ്ഥാനമാക്കിയിട്ട് ചിട്ടപ്പെടുത്തിയിരിക്കുകയാണ് ഇതെല്ലാം. അപ്പൊ മനുസ്മൃതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യത്തെ മാനേജ്മെന്റ് ഗ്രന്ഥമാണ് മനുസ്മൃതി. അതിനകത്ത് എന്താണോ കുവ്യാഖ്യാനം ചെയ്ത് കേൾപ്പിക്കാൻ പറ്റുന്നത്, സ്ത്രീ സ്വാതന്ത്ര്യം അർഹതി, അത് മാത്രമേ മലയാളികൾ കേട്ട് പഠിച്ചിട്ടുള്ളൂ. ഇപ്പോഴാണ് എല്ലാം കുറെയൊക്കെ മാറ്റം വന്നിരിക്കുന്നത്. നമ്മുടെയൊക്കെ സ്കൂൾ കാലത്ത് മനുസ്മൃതി ചുട്ടുകളഞ്ഞ KR ഗൗരിയൊക്കെയാണ് നമ്മൾ കണ്ടുവന്നിരിക്കുന്നത്. അതിലെ എല്ലാ അർത്ഥങ്ങളെയും അനർത്ഥങ്ങളാക്കി ആ ശ്ലോകത്തിന് തൊട്ട് മുന്നേയുള്ള ശ്ലോകം എന്താണെന്ന് നോക്കാതെ ആണ് ഈ വക വ്യാഖ്യാനങ്ങൾ ചെയ്തിരിക്കുന്നത്. അപ്പോ ഈ മനുസ്മൃതി, അതുപോലെ യാജ്ഞവൽക്യ സ്മൃതി, ഇതെല്ലാം സ്മൃതികള് നമ്മുടെ സൊസൈറ്റിയിൽ എങ്ങനെ ഈ മനുഷ്യൻ ജീവിക്കണം എന്നുള്ളതാണ്. അതുപോലെ തന്നെ പുരാണ കഥകള് എല്ലാം സ്മൃതികളാണ്. ഇതിഹാസ കഥകള് അതും സ്മൃതിയാണ്. അപ്പോൾ രാമായണവും മഹാഭാരതവും ഒക്കെ സ്മൃതിയാണ്. അതുകൊണ്ട് ദേവി സ്മൃതി രൂപേണ സംസ്ഥിതയാണ്. ദേവി തന്നെയാണ് സ്മൃതി. ആ ദേവിക്ക് നമസ്കാരം എന്ന് പറയാം. ഒരു നാമം 538 വിട്ടുപോയി. അത് ഞാൻ പെട്ടെന്ന് പറയാം, കാരണം 539 പോയി. മേധ എന്നുള്ള നാമം വിട്ടുപോയി. മേധ കഴിഞ്ഞിട്ടാണ് ശ്രുതിയും സ്മൃതിയും വരുന്നത്. അപ്പൊ 538 നാമം മേധ എന്നുള്ളത് പറയാം. മേധ എന്ന് പറഞ്ഞാൽ ശരിക്കും എന്താണ്? ധാരണാശക്തി അല്ലെങ്കിൽ ബുദ്ധിശക്തിയാണ് മേധ. അപ്പോ ബുദ്ധി രൂപേണ സകല ജീവികളിലും നിറഞ്ഞു നിൽക്കുന്നത് ദേവി തന്നെയാണ്. അതുകൊണ്ട് മേധ എന്ന നാമത്തിലും ദേവി അറിയപ്പെടുന്നു. മേധാശക്തിയായിട്ട്, ധാരണാശക്തിയായിട്ട്, ജ്ഞാനശക്തിയായിട്ട് ദേവി തന്നെയാണ്. അതുകൊണ്ട് ദേവിയെ മേധ എന്ന നാമത്തിൽ അറിയപ്പെടുന്നു. ഇനി സ്മൃതി അനുത്തമ. അവിടെ സ്മൃതി അനുത്തമ എന്ന് വായിക്കണം. സ്മൃതി അനുത്തമ എന്ന് ഒരുമിച്ചാണ്. സ്മൃതി എന്നുള്ളത് 540 നാമവും
541 നാമം അനുത്തമ എന്നുള്ള നാമവുമാണ്. അപ്പോ തന്നേക്കാൾ ശ്രേഷ്ഠരായിട്ട് ആരുമില്ലാത്തവൾ, അനുത്തമ, അനുപമ എന്ന് നമ്മൾ കണ്ടു ദേവിയുടെ നാമം. ദേവിയെ ഉപമിക്കാൻ ഒന്നുമില്ല. പലതും വെച്ച് ഉപമിച്ചാലും വശന്യാദി ദേവതകള് നമുക്ക് പരിചയപ്പെടുത്തി തരാൻ വേണ്ടിയിട്ട് പലതും വെച്ച് ഉപമിച്ചാലും ദേവിയെ ഉപമിക്കാൻ ഒന്നുമില്ല. അതുപോലെ ദേവി അനുത്തമയാണ്. തന്നേക്കാൾ ഉത്തമരായിട്ട് ആരും ഈ ഭൂമുഖത്തില്ല. കാരണം ദേവി സർവശ്രേഷ്ഠയാണ്. ഇനി അനുത്തമൻ എന്ന് പറഞ്ഞാൽ വിഷ്ണുവിനെയും അതുപോലെ ശങ്കര ഭഗവാനെയും അനുത്തമൻ എന്ന് പറയും. അപ്പൊ അനുത്തമന്റെ പത്നി അനുത്തമ, ശിവപത്നി അല്ലെങ്കിൽ വിഷ്ണുപത്നി എന്ന നാമത്തിലും ദേവിയെ ഇവിടെ കാണാം. 541 നാമത്തോടുകൂടി 110 ഈ നമ്മുടെ ശ്ലോകം അവസാനിക്കുകയാണ്. 111 ശ്ലോകത്തിലേക്ക് നമുക്ക് പെട്ടെന്ന് പോകാം. പുണ്യകീർത്തി പുണ്യലഭ്യ പുണ്യശ്രവണ കീർത്തന പുലോമചാർച്ചിത ബന്ധമോചിനി ബർബരാളക. പുണ്യകീർത്തി പുണ്യലഭ്യ പുണ്യശ്രവണ കീർത്തന പുലോമചാർച്ചിത ബന്ധമോചിനി ബർബരാളക. ഇവിടെ 111 ശ്ലോകത്തില് 542 മുതൽ 547 വരെയുള്ള 6 നാമങ്ങളാണുള്ളത്. ഓരോ നാമങ്ങളുമായിട്ട് നോക്കാം. 542 നാമം പുണ്യകീർത്തി. പുണ്യകീർത്തി എന്ന് പറഞ്ഞാൽ പുണ്യമായ കീർത്തിയുള്ളവൾ. അപ്പോൾ ദേവിയുടെ മഹാത്മ്യം കീർത്തിക്കുന്നതും കേൾക്കുന്നതും വളരെ പുണ്യമായ കാര്യമാണ്. അപ്പോ ദേവി ആരാധന നടത്തുന്നവർക്ക് പുണ്യവും കീർത്തിയും ലഭിക്കും എന്നും അർത്ഥമുണ്ട് ഇവിടെ. പിന്നെ പുണ്യം ചെയ്തവർക്ക് മാത്രമേ ദേവിയെ പ്രകീർത്തിക്കാൻ പറ്റൂ എന്നും ഒരു സൂചന ഈ നാമത്തിലുണ്ട്. ശങ്കരാചാര്യര് സൗന്ദര്യലഹരിയിലെ ആദ്യത്തെ ശ്ലോകത്തിൽ തന്നെ പറയുന്നത് എന്താണ്? അധസ്ത്വാം ആരാധ്യാം ഹരിഹര വിരിഞ്ചാദിഭിരവി പ്രണന്തും സ്തോതും വാ കഥമകൃത പുണ്യ പ്രഭവതി എന്നാണ് പറയുന്നത്. ഈ ഹരിഹര വിരിഞ്ചാദികളെ ആരാധിക്കുന്ന ആ ദേവിയെ പുണ്യമില്ലാത്ത ഒരാൾക്ക് എങ്ങനെ പ്രകീർത്തിക്കാൻ പറ്റും എന്നാണ് ശങ്കരാചാര്യർ ആദ്യത്തെ ശ്ലോകത്തിൽ തന്നെ ആചാര്യസ്വാമികള് ചോദിക്കുന്നത്. അപ്പോ ഇവിടെ പുണ്യകീർത്തി നമ എന്ന് പറഞ്ഞ് നമുക്കൊക്കെ ആ ദേവിയുടെ നാമം കേൾക്കാൻ അല്ലെങ്കിൽ നാമം കീർത്തിക്കാനുള്ള ഭാഗ്യം ലഭിച്ചുവല്ലോ ഈ ജന്മത്തില് എന്ന് നമ്മൾ ഭാഗ്യവാന്മാരാണ് തീർത്തും എന്ന് പറഞ്ഞ് നമ്മൾക്കിവിടെ പുണ്യകീർത്തി നമ എന്ന് പറഞ്ഞ് 542 നാമം അവസാനിപ്പിച്ച് 543 നാമത്തിലേക്ക് പോവാം. പുണ്യലഭ്യ, പുണ്യം കൊണ്ട് മാത്രം ലഭിക്കുന്നവൾ. കഴിഞ്ഞ അർത്ഥം തന്നെയാണ്. പുണ്യം കൊണ്ട് മാത്രമേയാണ് ദേവിയെ പ്രാപിക്കാൻ പറ്റൂ. പൂർവജന്മത്തിലെ സുഹൃതം വേണം, എന്നാലാണ് ദേവിയെ നമ്മൾക്ക് അറിയാൻ പറ്റൂ, കാണാൻ പറ്റൂ. അതുകൊണ്ട് ശ്രദ്ധ, ഭക്തി, ശമം, ദമം, ജ്ഞാനം, വൈരാഗ്യം, വിവേകം ഇതൊക്കെ വന്നാൽ മാത്രമേയാണ് ആ സഹസ്രാരപത്മത്തിലിരിക്കുന്ന ദേവിയെ നമുക്കും കാണാൻ പറ്റുള്ളൂ. ഇതൊക്കെ ഉണ്ടാവണമെങ്കിൽ പുണ്യം ചെയ്യണം. പ്രകീർത്തിക്കാൻ നമ്മൾ പുണ്യം ചെയ്തിട്ടുണ്ട്. ഇനിയും കർമ്മങ്ങൾ നമ്മൾക്ക് നന്നാക്കി എടുക്കണം. അങ്ങനെ പുണ്യം ചെയ്ത ജന്മങ്ങൾക്ക് മാത്രമേയാണ് ദേവിയെ പ്രത്യക്ഷമായി ലഭിക്കുകയുള്ളൂ എന്നാണ് പറയുന്നത്. അപ്പോ പുണ്യം കൊണ്ട് മാത്രം ലഭിക്കുന്നവളാണ് ദേവി. അതുകൊണ്ട് ദേവി പുണ്യലഭ്യ എന്ന നാമത്തിൽ അറിയപ്പെടുന്നു. ഇനി 544 നാമം പുണ്യശ്രവണ കീർത്തന. തന്റെ മഹാത്മ്യം ശ്രവിക്കുന്നവർക്കും കീർത്തിക്കുന്നവർക്കും പുണ്യം ദാനം ചെയ്യുന്നവളാണ് ദേവി. പുണ്യശ്രവണ കീർത്തന. അപ്പോ ദേവിയെ പറ്റിയിട്ട് ആരാണോ കഥകൾ പറയുന്നത്, ദേവിയുടെ മഹാത്മ്യം പറയുന്നത്, അതുപോലെ ദേവിയെ പറ്റിയുള്ള സ്തോത്രങ്ങൾ ആരാണോ ജപിക്കുന്നത്, അത് കേൾക്കുകയും ചൊല്ലുകയും ചെയ്യുന്നവർക്കൊക്കെ പുണ്യദായിനിയാണ് ദേവി. ദേവിയുടെ കഥകള് ദേവി മഹാത്മ്യത്തിലുണ്ട്, ദേവി ഭാഗവതത്തിലുണ്ട്, ബ്രഹ്മാണ്ഡ പുരാണത്തിലുണ്ട്, മാർക്കണ്ഡേയ പുരാണത്തിലുണ്ട്, കൂർമ്മ പുരാണത്തിലുണ്ട്. ഇതൊക്കെ ദേവിയുടെ കഥകള് വളരെ പ്രസിദ്ധമായി നിൽക്കുന്ന പുരാണങ്ങളാണ്. ഇതുപോലെ തന്നെ സ്തോത്രങ്ങള്, ദേവി മഹാത്മ്യം എന്നും ജപിക്കേണ്ടതാണ്. ദേവി മഹാത്മ്യം, ലളിതാ സഹസ്രനാമം, ദേവി ഭാഗവതം, അതുപോലെ അനേകം ദേവി കീർത്തനങ്ങളുണ്ട്. സൗന്ദര്യലഹരി, പിന്നെ ലളിതാ സ്തവരത്നം, ഇതൊക്കെ കീർത്തിക്കുന്നവരെയൊക്കെ ദേവി കേൾക്കുകയും കീർത്തിക്കുന്നവരെയൊക്കെ ദേവി അനുഗ്രഹിക്കും. അതുകൊണ്ട് ദേവി പുണ്യശ്രവണ കീർത്തന എന്ന നാമത്തിൽ അറിയപ്പെടുന്നു. ഇനി 545 നാമം പുലോമജാർച്ചിത. പുലോമജാർച്ചിത. ആരാണ് പുലോമജ? പുലോമജയാൽ അർച്ചിക്കപ്പെട്ടവളാണ് ദേവി. പുലോമജ എന്ന് നിങ്ങള് പറയുമ്പോൾ നമുക്ക് കുറച്ച് കഥകൾ പറയേണ്ടി വരും. പുലോമജ ഇവിടെ ആരാണ്? ശചീദേവി. ശചീദേവി എന്ന് പറഞ്ഞാൽ ഇന്ദ്രാണി, ഇന്ദ്രന്റെ പത്നിയാണ്
പുലോമജ. അപ്പോ ദേവേന്ദ്രന്റെ പത്നിയായ ശചീദേവിയാൽ നന്നായി അർച്ചിക്കപ്പെട്ടവളാണ് ദേവി. അതുകൊണ്ട് അത്രയും വശിന്യാദി ദേവതകൾക്ക് ആ നാമം ദേവിയുടെ പുലോമജാർച്ചിത എന്ന് പറഞ്ഞു വരണമെങ്കിൽ എത്ര ഗംഭീരമായ അർച്ചനയായിരിക്കും എന്ന് നമുക്കൊന്ന് നോക്കാം. എല്ലാവരും വൃത്രാസുരനെ പറ്റി കേട്ട് കാണും. നമ്മൾ ധാരാളം കേട്ട് കഴിഞ്ഞാലും പലപ്പോഴും പേരുകളൊക്കെ മാറും, അല്ലെങ്കിൽ കഥകളൊക്കെ ഇങ്ങനെ മൂടിക്കിടക്കും. ഒന്ന് പുറത്തെടുക്കാം. ഇന്ദ്രൻ എന്താണ് ചെയ്തത്? ദേവസഭയില് തന്റെ ഗുരുവായ ബൃഹസ്പതിയെ അവഹേളിച്ചു എന്ന് പറയാൻ പറ്റില്ല. അദ്ദേഹത്തെ വേണ്ട രീതിയിൽ ബഹുമാനിച്ചില്ല. അങ്ങനെ ഗംഭീര എല്ലാം കിട്ടി അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ആ ഇന്ദ്രന്റെ ഇന്ദ്രിയങ്ങളുടെ അധിപനാണ് ഇന്ദ്രൻ എന്ന് പറയുന്ന പോലെയാണത്. ഇന്ദ്രിയങ്ങൾ എപ്പോഴും നമ്മുടെ ഉൾക്കണ്ണ് തുറക്കാതെ ഇന്ദ്രിയ ജ്ഞാനം മാത്രം നിറഞ്ഞാൽ ഞാനെന്ന ഭാവം വരും. അപ്പോഴൊക്കെ നമ്മൾ ആസുരന്മാരായി മാറും. അസുരനും അതുപോലെ തന്നെ നമ്മൾക്ക് എടുക്കുകയാണെങ്കിൽ നമ്മൾ ബ്രഹ്മവും ബ്രഹ്മാണ്ടവും ജഗജ്ജനനിയും ഒക്കെ നമ്മുടെ ശരീരത്തിലുണ്ടെന്ന് പറയുമ്പോൾ ഒരു കാര്യം ഓർത്തുകൊള്ളുക, അസുരനും ദേവനും നമ്മൾ തന്നെയാണ്. ഇന്ദ്രിയങ്ങളില് പ്രലോഭിതനായി അതിൽ അഹങ്കരിച്ച് ആ കണ്ണ്, ചക്ഷു, നമ്മളുടെ ഈ 5 ഇന്ദ്രിയങ്ങളില് അതിൽ കിട്ടുന്ന ജ്ഞാനം തന്നെയാണ് എല്ലാം എന്ന് അഹങ്കരിക്കുന്ന സമയത്ത് നമ്മൾ ആ പരമാത്മാവിനെ മറക്കുന്നു. അപ്പൊ നമുക്ക് അഹങ്കാരം വരുന്നു. അഹങ്കാരം വരുമ്പോൾ ചെയ്യുന്ന എല്ലാ പ്രവൃത്തികളും ഈ ബ്രഹ്മാണ്ടത്തിന്റെ അല്ലെങ്കിൽ ഈ ബ്രഹ്മത്തിന്റെ സന്തുലിതാവസ്ഥയെ താറുമാറാക്കും. അപ്പോഴാണ് ഇന്ദ്രൻ താഴത്തേക്ക് പോകുന്നത്. ആസുരിക ശക്തികൾ ഇന്ദ്രനെ ഭരിക്കുന്നത്. നമ്മുടെ ശരീരം ഇത് തന്നെയാണ്. നമ്മൾ ശരീരത്തിനെ ശരിയായ രീതിയിൽ നമ്മൾ സന്തുലിതാവസ്ഥയില് 5 ഇന്ദ്രിയങ്ങളിൽ നിയന്ത്രിച്ച് നിർത്തിയില്ലെങ്കിൽ ആസുരികമായി പോവും നമ്മളുടെ ചിന്തകളും പ്രവൃത്തികളും. അപ്പൊ നമ്മളും ദേവഗണത്തിൽ നിന്നും അസുരഗണത്തിലേക്ക് പോവും എന്നുള്ള സൂചനയാണ് ഇവിടെ ഈ കഥ തരുന്നത്. അങ്ങനെ ഇന്ദ്രൻ ബൃഹസ്പതിയെ അങ്ങനെ ഗൗനിക്കാത്തപ്പോ ബൃഹസ്പതി ഒന്നും ചെയ്തില്ല. പെട്ടെന്ന് ബൃഹസ്പതി അപ്രത്യക്ഷമായി. ഒരിക്കലും തിരിച്ചു വരാത്ത പോലെ അപ്രത്യക്ഷമായി. അപ്പോ ഗുരുകൃപയില്ലെങ്കിൽ പിന്നെ ഒന്നും നടക്കില്ല. ശുക്രാചാര്യർ അവിടെ പറഞ്ഞു, ബൃഹസ്പതി ഇല്ല, ഗുരു ഇല്ലെങ്കിൽ എന്താ ഉണ്ടാവുക? ബ്രഹ്മ തേജസ് ഒന്നും ഉണ്ടാവില്ല. ആ ഗുരു കൊണ്ട് മാത്രമേയാണ് നമുക്ക് സഹസ്രാര ചക്രത്തിൽ എത്തിക്കാൻ പറ്റുള്ളൂ. ആ തേജസ് വേണം എപ്പോഴും മനസ്സിൽ. അപ്പൊ ആ ഗുരുവിനെ അവഹേളിച്ചത് കാരണം ഗുരു പോയതുകൂടി ശുക്രാചാര്യർ പറഞ്ഞു, ആക്രമിച്ചോളൂ, ഇപ്പോ ഇന്ദ്രനെ നിങ്ങൾക്ക് കീഴടക്കാം. അങ്ങനെ ഇന്ദ്രൻ തോൽക്കുന്നു, ഓടേണ്ടി വരുന്നു. അങ്ങനെ എല്ലാം പിടിച്ചടക്കിയ ഇന്ദ്രൻ ഒടുവില് കഷ്ടപ്പെടുകയാണ്. എന്ത് പറഞ്ഞാലും ബൃഹസ്പതിയെ കിട്ടുന്നില്ല. ബ്രഹ്മാവിന്റെ അടുത്ത് തന്നെ പോവുകയാണ്. അങ്ങനെ ബ്രഹ്മാവ് പറയും, ഒരു വഴിയേ ഉള്ളൂ. ത്വഷ്ടാവിന്റെ മകനായിട്ടുള്ള വിശ്വരൂപനെ വിശ്വരൂപൻ ത്വഷ്ടാവിന്റെയും അസുര യോനിയിൽ പിറന്നതാണ്. അസുരയാണ് അമ്മ. ദേവകുലത്തിൽ പിറന്നതാണ്, ബ്രാഹ്മണ കുലത്തിൽ പിറന്നതാണ് ത്വഷ്ടാവ്. അപ്പൊ ഒരു കാര്യം ചെയ്യൂ, ഈ ഒരു മകനുണ്ട്, നല്ല ഗംഭീരനാണ്, അദ്ദേഹത്തെ യാഗത്തില് നിങ്ങളെ ആചാര്യനാക്കിയിട്ട് യാഗം ചെയ്യൂ എന്ന് പറയും. ഭൂമിയിൽ പോയിട്ടാണ് ഈ വിശ്വരൂപനെ കണ്ടുപിടിക്കുന്നത്. അങ്ങനെ വിശ്വരൂപനോട് വളരെയധികം ബ്രഹ്മാവ് വാണിയും കൊടുക്കുന്നുണ്ട്. ശരിക്കും ഭാഗവതത്തില് ഒരിക്കലും സംശയിക്കരുത് വിശ്വരൂപനെ എന്ന്. പക്ഷേ എന്ത് ചെയ്യും? യാഗം ചെയ്യും. യാഗം ചെയ്തതിന് ശേഷം എല്ലാ ശക്തികളും ബ്രഹ്മശക്തി തിരിച്ചു കിട്ടും. പക്ഷേ തന്റെ വംശം മുടിഞ്ഞു പോവാതിരിക്കാൻ വേണ്ടി 3 പൂവ് അർച്ചിക്കുമ്പോൾ 1 പൂവ് അസുരർക്കും കൊടുത്തു എന്നുള്ളതാണ് ഇദ്ദേഹത്തിന് മനസ്സിലാവും. തേജസ്സൊക്കെ കിട്ടുമ്പോൾ മനസ്സിലാവും. അങ്ങനെ മനസ്സിലാവുമ്പോ ബ്രഹ്മാവിന്റെ ആ താക്കീത് പോലും ഗവനിക്കാതെ അദ്ദേഹം വജ്രം കൊണ്ട് അദ്ദേഹത്തെ വധിക്കുകയാണ്. അല്ലെങ്കിൽ ഖഡ്ഗം കൊണ്ട് വധിക്കുകയാണ്. ആരെ? ഈ തനിക്ക് എല്ലാം അവിടെയാണ് നമുക്ക് എന്ത് കിട്ടുന്നത്? ആ സമയത്ത് എന്ത് ജപിച്ചിട്ടാണ് എല്ലാ തേജസ്സും കിട്ടിയത്? നാരായണ കവചം. അപ്പോ നാരായണ കവചം ഇങ്ങനെ ജപിച്ചു കൊടുക്കുന്നത് ആരാണ്? വിശ്വരൂപനാണ്. ആ വിശ്വരൂപനെ വധിക്കുകയാണ്. വധിക്കുന്ന സമയത്ത് ത്വഷ്ടാവിന് ഭയങ്കരമായിട്ട് തന്റെ മകനെ ഒരു കാരണവുമില്ലാതെ വധിച്ചത് ഇഷ്ടപ്പെട്ടില്ല. വീണ്ടും അഹങ്കാരം വന്നു ഇന്ദ്രന് എന്നുള്ളതാണ്. അപ്പൊ ത്വഷ്ടാവ് എന്ത് ചെയ്തു? ഒരു വലിയ യാഗം നടത്തുകയാണ്, ഹോമം. എന്നിട്ട് പറയാണ്, എനിക്ക് ഇന്ദ്രനെ വധിക്കുന്ന ശക്തിയുള്ള ഒരു മകൻ വേണമെന്ന്. അവസാനം പറഞ്ഞ് സരസ്വതിയുടെ കാരുണ്യത്താല് ഇന്ദ്രനാൽ കൊല്ലപ്പെടുന്ന നായി, ഇന്ദ്രനെ കൊല്ലുന്ന എന്നതിന് പകരം ഇന്ദ്രനാൽ കൊല്ലപ്പെടുന്ന എന്നുള്ളതായി മാറുകയാണ്. അങ്ങനെ പക്ഷെ അതിശക്തനുള്ള വൃത്രാസുരൻ ജനിക്കുകയാണ്. ആ വൃത്രാസുരൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിഷ്ണുവിന്റെ ഏറ്റവും വലിയ ഭക്തനായിരുന്നു. അപ്പൊ വൃത്രാസുരൻ എന്ന് പറഞ്ഞാൽ ആസുരികതയെക്കാളും അദ്ദേഹത്തിന് ഭക്തിഭാവം വളരെ വലുതായിരുന്നു. ശക്തിയും ധൈര്യവും സ്ഥൈര്യവും എല്ലാമുള്ള വൃത്രാസുരൻ അങ്ങനെ മുഴുവൻ ആ ശക്തി ഉപയോഗിച്ച് ദേവലോകം മുഴുവൻ പിടിച്ചെടുക്കുകയാണ്. പിടിച്ചെടുത്തിട്ട് ഭരിക്കുകയാണ്. അപ്പൊ ഒരു നിവൃത്തിയുമില്ലാതെ ഇന്ദ്രൻ
അപ്പോ ഇവിടെ ഒരു കാര്യം സൂചിപ്പിക്കാൻ മറന്നുപോയി. ദേ ഈ ആ, വിശ്വരൂപൻ ബ്രാഹ്മണനായിരുന്നു. ആ ബ്രാഹ്മണനെ വധിച്ചത് കാരണം ബ്രഹ്മഹത്യാ പാപം കിട്ടി. ആർക്ക്? ഇന്ദ്രന്. ബ്രഹ്മഹത്യാ പാപം കിട്ടിയെങ്കിലും ഈ തന്റെ ഈ നാരായണ കവചമൊക്കെ ഉള്ളത് കൊണ്ട് അദ്ദേഹം വീണ്ടും ആ, അങ്ങനെ ഇന്ദ്രലോകത്തിൽ ഭരിച്ചുകൊണ്ടിരിക്കുകയാണ്, ദേവലോകത്തിലെ. അപ്പോഴാണ് വൃത്രാസുരൻ വന്ന് എല്ലാം പിടിച്ചടക്കുന്നത്. പിടിച്ചടക്കി ഒരു രക്ഷയില്ലാതെ വീണ്ടും വിഷ്ണുവിന്റെ അടുത്ത് പോവുകയാണ്. വിഷ്ണുവിന്റെ ഇഷ്ട ശിഷ്യൻ തന്നെയാണ് ആര്? വൃത്രാസുരൻ. അങ്ങനെ വിഷ്ണു പറയാണ്, ഒരു കാര്യം ചെയ്യൂ, ദധീചി മുനിയുടെ, തന്റെ ഇഷ്ടത്തിനനുസരിച്ച് തന്റെ ശരീരം ദാനം ചെയ്യുന്ന ഒരു മുനി വേണം. ആ മുനിയുടെ അസ്ഥി കൊണ്ടുണ്ടാക്കിയ വജ്രം കൊണ്ട് മാത്രമേയാണ് വൃത്രാസുരനെ വധിക്കാൻ പറ്റൂ എന്ന് പറയാണ്. അങ്ങനെ ദധീചി മുനിയോട് യാചിച്ച് ആ ദധീചി മുനിയുടെ ആ മാംസം മുഴുവൻ എടുത്തു മാറ്റിയതിന് ശേഷം, അല്ലെങ്കിൽ പശുവിനെ കൊണ്ട് നക്കിച്ചു എന്നാണ് പറയുന്നത്, എടുത്തു മാറ്റി, എന്നിട്ട് ആ വജ്രായുധം ആ അസ്ഥി കൊണ്ടുണ്ടാക്കി. ആ അസ്ഥി കൊണ്ടുണ്ടാക്കിയ വജ്രായുധം കൊണ്ട് അങ്ങനെ യുദ്ധകളത്തിൽ നിൽക്കുമ്പോൾ ഭാഗവതത്തിലെ ഏറ്റവും ശ്രേഷ്ഠമായ ശ്ലോകങ്ങളാണ് വൃത്രാസുരൻ പറയുന്നത്. നിന്റെ ഒരു അട്ടഹാസത്തിൽ പറയാണ്, നിന്റെ വജ്രായുധത്തിൽ എനിക്ക് ഒരു ഭയവുമില്ല, കാരണം ഞാൻ മരണത്തെ ഭയക്കുന്നില്ല, എനിക്ക് സ്വർഗവും നരകവും ഒന്നും വേണ്ട, ഞാൻ എന്നും വിഷ്ണുവിന്റെ ദാസനായി നിൽക്കുന്നവനാണ്. പക്ഷേ നീ ജയിക്കും എന്ന് എനിക്കറിയാം, കാരണം നീ കൊണ്ടുവന്നിരിക്കുന്നു എന്ന് പറഞ്ഞ് അട്ടഹസിക്കുമ്പോ ഇന്ദ്രന്റെ വജ്രായുധം താഴെ വീഴുകയാണ്. എങ്ങനെയെങ്കിലും ഇന്ദ്രൻ ആ കൃപ കൊണ്ട്, വജ്രായുധം കൊണ്ട് വധിക്കുകയാണ്. വധിക്കുന്നതോടുകൂടി വീണ്ടും എന്ത് സംഭവിക്കും? ബ്രഹ്മഹത്യാ പാപം, പണ്ടത്തെ ബ്രഹ്മഹത്യാ പാപം 10 മടങ്ങ്. കാരണം അത്രയും നല്ല വിഷ്ണു ഭക്തനായിരുന്നു ആര്? ഈ വൃത്രാസുരൻ. അതുകൊണ്ട് വൃത്രന്റെ ആ തേജസ് കൂടി പോയതോടുകൂടി ബ്രഹ്മഹത്യാ പാപം തിരിച്ചു വരികയാണ്. തിരിച്ചു വരുമ്പോ ഇന്ദ്രന് ദേവലോകത്ത് ഇരിക്കാൻ പറ്റില്ല. അവിടുന്ന് ഓടി ഒളിക്കുകയാണ് ഇന്ദ്രൻ. മാനസ സരസിലെ ഒരു താമരയുടെ തണ്ടില് ഇന്ദ്രൻ ഒളിച്ചിരിക്കുകയാണ്, ആർക്കും കണ്ടുപിടിക്കാൻ പറ്റാത്ത തരത്തില്. കാരണം ബ്രഹ്മഹത്യാ പാപത്തില് ആ പേടി, ഭീതിയും നാണവും കൊണ്ടാണ് പോകുന്നത്. അങ്ങനെ ഇരിക്കുന്ന ഇന്ദ്രനെ എന്തു പറ്റും? അപ്പോ ഇന്ദ്രൻ, അപ്പൊ ഇവർക്ക് ആർക്കും ഇല്ല, ആരെങ്കിലും രാജാവായിട്ട് വേണം. അപ്പൊ ഇക്ഷ്വാകു വംശത്തിലുള്ള ആരെയാണ്? നഹുഷൻ എന്ന് പറയുന്ന ഒരു രാജാവിനെ, നല്ല ആ, മഹിമയൊക്കെയുള്ള രാജാവായിരുന്നു, സദ്ഗുണങ്ങളുള്ള രാജാവായിരുന്നു. ആ രാജാവിനെ താൽക്കാലികമായിട്ട് ഈ ദേവഗണങ്ങൾ എല്ലാവരും കൂടി കൂടിയിട്ട് ദേവലോകത്തിന്റെ ചക്രവർത്തിയാക്കും, ഇക്ഷ്വാകു വംശത്തിന്റെ. അങ്ങനെ ഇന്ദ്രനാക്കിയിട്ട് ഇന്ദ്ര പദവി കൊടുക്കും, ടെമ്പററി. അങ്ങനെ നഹുഷന് ഈ ശക്തി, ഋഷിമുനികളുടെ ശക്തിയും ദേവന്മാരുടെ എല്ലാ ആ ക്വാളിറ്റിയും കിട്ടിയതോടുകൂടി അദ്ദേഹത്തിനും ശക്തി വർദ്ധിച്ചപ്പോൾ അഹങ്കാരം കൂടി. അഹങ്കാരം കൂടിയപ്പോൾ അദ്ദേഹത്തിന് തോന്നി, ഞാൻ ഇന്ദ്രനാണ്, എന്തുകൊണ്ട് എനിക്ക് ഇന്ദ്രാണി എന്റെ പത്നി ആയിക്കൂടാ? ശചീദേവി എന്തുകൊണ്ട് എന്റെ പത്നി ആയിക്കൂടാ എന്ന് അദ്ദേഹത്തിന് അഹങ്കാരം മനസ്സിലുദിച്ചു. പതിവ്രതയാണ് ശചീദേവി. ഇന്ദ്രന് അഹങ്കാരത്തിന്റെ പ്രതിരൂപമാണെങ്കിൽ ഇന്ദ്രാണി എന്ന് പറഞ്ഞാൽ ഇത്രയും എല്ലാ ഗുണങ്ങളുടെയും അവസാനത്തെ വാക്കാണ് ഇന്ദ്രാണി. അങ്ങനെ ഇന്ദ്രാണി പേടിച്ചിരിക്കുകയാണ്, തന്റെ ചാരിത്രഭംഗം ഇദ്ദേഹം നടത്തുമെന്ന് കരുതിയിട്ട്. അതിനു വേണ്ടിയിട്ട് രഥം ചുമന്ന് കൊണ്ടുവരാൻ വേണ്ടി മഹായോഗികളായ ഋഷികളെയാണ് ഇയാള് നിയോഗിക്കുന്നത്. ആ പല്ലക്കിൽ ഇരുന്ന് പോകുമ്പോ അതിന് ഒരു പിന്നെ അതിനകത്തുള്ളത് അഗസ്ത്യ മുനിയായിരുന്നു. അഗസ്ത്യ മുനിയാണ്. അദ്ദേഹത്തിന്റെ ഉയരവും കുറവാണ്. അപ്പോ ആ പല്ലക്കിന്റെ ആ ഭാഗം ഇങ്ങനെ കുലുങ്ങുമ്പോ അഗസ്ത്യനെ കളിയാക്കുകയാണ് ആര്? ഈ നഹുഷൻ. കളിയാക്കുമ്പോ, നീ ഒരു സർപ്പമായി ഭൂമിയിൽ പതിക്കട്ടെ എന്ന് ശാപം കൊടുത്ത് സർപ്പമാക്കി ഭൂമിയിലേക്ക് ഇടുകയാണ് നഹുഷനെ. അങ്ങനെ നഹുഷനിൽ നിന്നും ശചീദേവിക്ക് മോക്ഷം കിട്ടി. ഇതൊക്കെ എങ്ങനെയാണ് സംഭവിക്കുന്നത്? അതേ സമയത്ത് തന്നെ ഇന്ദ്രൻ, നഹുഷൻ പോയി. അതുപോലെ തന്നെ ഇന്ദ്രന്റെ ബ്രഹ്മഹത്യാ ശാപം, വിഷ്ണുവിന്റെ എല്ലാം ദേവിയുടെ, അപ്പൊ ദേവിയെ സ്തുതിച്ചു എന്നുള്ളതാണ് ഇവിടെ. നമ്മുടെ നാമം എന്തായിരുന്നു? പുലോമചാർച്ചിത. ഇതൊക്കെ സംഭവിച്ചത് എന്തുകൊണ്ടാണ്? ഈ അഗസ്ത്യൻ ശപിച്ചതും നഹുഷൻ ഭൂമിയിലെ സർപ്പമായി പതിച്ചതും, അതുപോലെ ഇന്ദ്രന്റെ ബ്രഹ്മഹത്യാ പാപം നാല് ആളുകള് ഏറ്റെടുത്തു. പോവാൻ ഒരിക്കലും വഴിയില്ല, ആരെങ്കിലും അതിനെ എടുത്തു മാറ്റി കൊടുക്കണം. അപ്പൊ 4 കാര്യങ്ങൾ. ആരൊക്കെ? 1 ഭൂമി, 2 ജലം, 3 വൃക്ഷങ്ങള്, 4 സ്ത്രീകള്. ഇങ്ങനെ 4 പേര് കാൽ ഭാഗം വീതം ഈ ബ്രഹ്മഹത്യാ പാപം ഏറ്റെടുക്കുകയാണ്. ഭൂമി എന്താ ചെയ്തത്? വരണ്ട ഭൂമിയായി മാറും. ഭൂമി വളരെ ഹരിത മനോഹരമായിരുന്നു, പക്ഷെ കാൽ ഭാഗം ഭൂമിയുടെ വരണ്ട മരുഭൂമിയായി മാറി. അങ്ങനെ മരുഭൂമിയായി മാറിയപ്പോ
വിഷ്ണു ഒരു 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 നല്ല ഗുണം കൊടുത്തു. എവിടെ കുഴിച്ചാലും കുറച്ചു കാലം കൊണ്ട് അത് തൂർന്നു പോകും. അങ്ങനെയുള്ള ഒരു ഗുണവും ഭൂമിക്ക് കൊടുത്തു. അങ്ങനെ പകുതി ഭാഗം പാപം ഭൂമി ഏറ്റെടുത്തു. ഇതൊക്കെ പുലോമജയുടെ ആ ദേവിയെ ഇതേ എന്താ പറയാ ഈ ഒരു വിരാട് സ്വരൂപമുള്ള ദേവിയെ പ്രാർത്ഥിച്ച് അർച്ചിച്ചതുകൊണ്ടാണ് ഇതെല്ലാം സംഭവിച്ചത്. അങ്ങനെ ജലം എല്ലാ മാലിന്യങ്ങളും താൻ എടുക്കാം എന്ന് ജനം പറഞ്ഞു. എന്തിട്ടാലും ജലത്തിനകത്ത് അലിഞ്ഞു ചേരും. അങ്ങനെ മലിനമാക്കി കലിയുഗത്തിലെ ജലത്തിൽ മാലിന്യം മാത്രമേ ഉള്ളൂ എന്നുള്ള അവസ്ഥയിലായി. അതുപോലെ വൃക്ഷങ്ങള് പറഞ്ഞു, ഞങ്ങൾ മുറിക്കുമ്പോൾ ആ മുറിച്ചു കഴിഞ്ഞാൽ നീര് വന്ന് ഞങ്ങളുടെ ശരീരത്തിൽ നിന്നും ആ പാപങ്ങൾ അങ്ങനെ നീരായി ഒലിച്ചു പോകുമെന്നുള്ളത്. അതിന് വൃക്ഷങ്ങൾക്ക് കൊടുത്തു എന്ത്, നിങ്ങള് മുറിച്ച ഭാഗത്തു നിന്നും വീണ്ടും നിങ്ങൾക്ക് പൊട്ടിമുളച്ചു വരാൻ പറ്റുമെന്നുള്ള ആ ഒരു നല്ല ഗുണവും കൊടുത്തു. അതുപോലെ സ്ത്രീകൾക്ക് ആർത്തവം കൊടുത്തു. കാരണം ആ രക്തത്തിലൂടെ ആ ഇന്ദ്രന്റെ ബ്രഹ്മഹത്യാപാപം കുറേശ്ശെയായി പോകാൻ വേണ്ടിയിട്ട്. അങ്ങനെ അത് സ്വീകരിച്ച സ്ത്രീകൾക്ക് അവർക്ക് നല്ല ആനന്ദം, പരമാനന്ദം എന്ന് പറയാം, സെൻഷ്വൽ പ്ലഷർ എന്ന് പറയാം. അങ്ങനത്തെ പ്ലഷർ സ്ത്രീകൾക്ക് പ്രത്യേകമായി ഉണ്ടാവട്ടെ എന്നുള്ള അനുഗ്രഹവും കൊടുത്തു. ഇങ്ങനെ ഈ എല്ലാം ശചീദേവിയുടെ തന്നെ ആധിപത്യം സംരക്ഷിക്കപ്പെട്ടു. അതുപോലെ തന്നെ ഇന്ദ്രന്റെ ബ്രഹ്മഹത്യാപാപവും നീക്കപ്പെട്ടു. അതുകൊണ്ട് ശചീദേവിയുടെ അർച്ചന, ആ പുലോമജയുടെ ദേവിക്കുള്ള അർച്ചന അതിഗംഭീരമായിരുന്നു. അതുകൊണ്ട് ഇവിടെ പുലോമചാർച്ചിത എന്ന പേരില് ദേവി വളരെ പ്രസിദ്ധയായി. ഇത് പെട്ടെന്ന് പറഞ്ഞു തീർത്തു ഞാൻ ഈ കഥ. ഒരുപാട് ഇതിനകത്ത് പറയാനുള്ളതാണ്. എന്തായാലും എല്ലാവർക്കും ഒരു ഐഡിയ കിട്ടി കാണുമെന്ന് കരുതുന്നു. ഇനി 546 നാമമാണ് ബന്ധമോചിനി. പുലോമചാർച്ചിത ബന്ധമോചിനി, എല്ലാ ബന്ധനങ്ങളിൽ നിന്നും മോചിപ്പിക്കുന്ന. ബന്ധം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബന്ധനങ്ങളാണ്. ഇപ്പോ സംസാര ബന്ധനം തന്നെയാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ഈ ജനനമന ചക്രത്തിൽ നിന്നും നമ്മളെ മോചിപ്പിക്കുന്നത് ദേവിയാണ്. അതുപോലെ അനിരുദ്ധൻ ദേവിയെ പ്രാർത്ഥിച്ചിട്ടാണത്രേ ബാണാസുരന്റെ ബന്ധനത്തിൽ നിന്നും മോചിതനായത്. അപ്പൊ താപത്രയങ്ങൾക്ക് ഇങ്ങനെ വഴങ്ങിയിട്ട് ക്ലേശം അനുഭവിക്കുന്ന എല്ലാ മനുഷ്യരെയും മോക്ഷത്തിലേക്ക് കൊണ്ടുപോകുന്നത് ദേവി തന്നെയാണ്. അതുകൊണ്ട് ദേവി ബന്ധമോചിനി എന്ന പേരിൽ അറിയപ്പെടുന്നു. 547 നാമം ബർബരാളക. ബർബരാളക എന്ന് പറഞ്ഞാൽ ബന്ധുരാളക എന്നുള്ളൊരു ഇതിനൊരു മറ്റൊരു രൂപം കൂടിയുണ്ട്. പക്ഷെ ബർബരാളക എന്നാണ് കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്നത്. ബർബരം എന്ന് പറഞ്ഞാൽ കനത്ത് ചുരുണ്ടത്, ഇങ്ങനെ ചുരുണ്ട് കിടക്കുന്ന കനത്തതിനാണ് ബർബരം എന്ന് പറയുന്നത്. അളകം എന്ന് പറഞ്ഞാൽ മുടി അല്ലെ. അപ്പോ ബർബര അളകം എന്ന് പറഞ്ഞാലോ നല്ല ചുരുണ്ട മുടിയാണ്, നല്ല ചുരുണ്ട മുടിയായിട്ട് ഇറങ്ങിക്കിടക്കുന്നതാണ്. അപ്പോ ബന്ധുരാളക എന്ന് പറഞ്ഞാൽ മനോഹരമായിട്ടുള്ള മുടി എന്ന്, മനോഹരമായ അളകങ്ങളുള്ളവൾ എന്ന് പറയാം. അല്ലെങ്കിൽ ബർബരാളക എന്ന് പറഞ്ഞാൽ ഇങ്ങനെ കനത്ത ചുരുണ്ട മുടിയോടുകൂടി അവൾ ബർബരാളക. അങ്ങനെ ആ ശ്ലോകം ഒന്ന് ചൊല്ലിയിട്ട്, കാരണം അതിനകത്ത് 2 നാമങ്ങൾ വരുന്നുണ്ട്. അത് ചൊല്ലിയതിനു ശേഷം നമുക്ക് ഈ ഇന്നത്തെ ഇവിടെ ക്ലാസ് സമർപ്പിക്കാം. പുണ്യകീർത്തി പുണ്യലഭ്യ പുണ്യശ്രവണ കീർത്തന പുലോമചാർച്ചിത ബന്ധമോചിനി ബർബരാളക. ഇങ്ങനെ 111 ശ്ലോകം ചൊല്ലി ഇന്നത്തെ ക്ലാസ് ഇവിടെ സമാപിക്കാം. ഓം പൂർണ്ണമദ പൂർണ്ണമിദം പൂർണ്ണാത് പൂർണ്ണമുദച്യതേ പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവാവശിഷ്യതേ. ഓം ശാന്തി ശാന്തി ശാന്തി.